ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നതാണ്. ഓക്കെ, ഓരോ മാസവും നമുക്ക് കൃത്യമായിട്ട് കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെ എല്ലാ മാസത്തെ എന്താണ് കിഡിലൻ കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിലും നൽകാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇനി റെയിൽവേ പരീക്ഷകൾ വരുന്നുണ്ട്, SSC എക്സാംസ് വരുന്നുണ്ട്. കറണ്ട് അഫയേഴ്സ് വളരെ റിലവൻ്റ് ആയിട്ട് ടോപ്പിക്കാണ്. അപ്പോൾ ഓരോ മാസത്തെയും വളരെ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള എക്സാംസിന് കറണ്ട് അഫയേഴ്സ് എന്നത് വലിയൊരു ബുദ്ധിമുട്ടായൊരു ടോപ്പിക്കായിട്ട് മാറുകയില്ല. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയേണ്ട എന്താണ്, നമുക്ക് ഡിസംബർ മാസത്തിലെ കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ അല്ലേ, നമ്മൾ എല്ലാവരും ന്യൂസിലൊക്കെ കണ്ട് നമ്മൾ ഒരുപാട് പേര് സ്റ്റാറ്റസ് ഒക്കെ ആക്കി വെച്ചൊരു കാര്യമാണ്. എന്താണ്? ഡി ഗുഗേഷ് അല്ലേ, നമ്മുടെ ഇന്ത്യയുടെ അഭിമാനം അല്ലേ. ഡി ഗുഗേഷ് ഹാസ് ബിക്കം ദ 18th വേൾഡ് ചെസ് ചാമ്പ്യൻ. ഓക്കെ, ചാമ്പ്യൻഷിപ്പ് അല്ല, ചാമ്പ്യൻ. ഓക്കെ, വേൾഡ് ചാമ്പ്യനായി മാറി. ഏതായിരുന്നു ഇവന്റ്? 5 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, ചാമ്പ്യൻ 5 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ ഡി ഗുഗേഷ് എന്താണ്, വേൾഡ് ചാമ്പ്യനായി മാറിയിരിക്കുകയാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും എന്താണ് നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാൻ മസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. ആരായിരുന്നു 5 വേൾഡ് ചെസ് ചാമ്പ്യൻ എന്നത്? ഇനി കുറച്ചും കൂടെ ഒരു എന്താണ് ആഴത്തിൽ പഠിക്കുകയാണെങ്കിൽ ദ യങ്ങസ്റ്റ് എന്ന് ചോദിക്കാം അല്ലേ. ദ യങ്ങസ്റ്റ് വൺ ടു എന്താണ് വിൻ എ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആരാണ്? അത് നമ്മുടെ ഡി ഗുഗേഷ് തന്നെയാണ്. ഓക്കെ, വെറും 18 വയസ്സ് മാത്രമാണ് ഇത് ഗുഗേഷിന്റെ പ്രായം എന്ന് പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം അല്ലേ. യങ്ങസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും വെറും 18 വയസ്സിൽ വേൾഡ് ചെസ് ചാമ്പ്യൻ ആവുന്നുള്ളത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ്. അപ്പോൾ അത് അദ്ദേഹം എന്താണ് നേടിയെടുത്തിരിക്കുകയാണ്. അതുപോലെ ആരെയാണ് ഡിഫീറ്റ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ഡിഫീറ്റഡ് ഡിങ് ലിറൻ. ആരാണ്? ഡിങ് ലിറൻ ആണിത് അദ്ദേഹം ഡിഫീറ്റ് ചെയ്തത്. ഇനി ഏത് ചാമ്പ്യൻഷിപ്പിലാണെന്ന് ചോദിച്ചതാണ്? അത് 5 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലാണിത് ഇദ്ദേഹം ലോക കിരീടം ചൂടിയത്. ഇനി നമുക്ക് ഇന്ത്യയിൽ എത്ര ഗ്രാൻഡ് മാസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ നിലവിൽ എത്രയാണ്? നിലവിൽ 85. ഓക്കെ, 85 ഗ്രാൻഡ് മാസ്റ്റേഴ്സ് ആണിത് നമുക്ക് നിലവിൽ ഉള്ളത്. ലാസ്റ്റത്തെ ഗ്രാൻഡ് മാസ്റ്റർ അറിയപ്പെടുന്നത് പി ശ്യാം നിഖിലാട്ടോ. പി ശ്യാം നിഖിൽ. ഓക്കെ, പി ശ്യാം നിഖിലാണിത് അവസാനത്തെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് അറിയപ്പെടുന്നത്. 85ാമത്തെ ഫ്രം തമിഴ്നാട്. ഓക്കെ, ഏറ്റവും കൂടുതൽ ആൾക്കാർ എന്താണ് ഗ്രാൻഡ് മാസ്റ്റർ ഉള്ളത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ നമ്മുടെ 85ാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ ആരാണെന്ന്? പി ശ്യാം നിഖിലാണ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഡി ഗുഗേഷ് എന്താണ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ഡിങ് ലിറനെയാണ് തോപ്പിച്ചത്. 5 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. വെറും 18 വയസ്സ് മാത്രമാണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രായം വേൾഡ് ചെസ് ചാമ്പ്യൻ ആകുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് ലക്ഷ്യ സെൻ. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്വന്തം ലക്ഷ്യ സെൻ. കിങ് കപ്പ് ഇന്റർനാഷണൽ 2024 ഹാസ് വോൺ ബൈ ലക്ഷ്യ സെൻ. ഓക്കെ, ബാഡ്മിന്റൺ അസോസിയേഷൻ നടത്തുന്ന ഒരു ഇന്റർനാഷണൽ എന്താണ് ടൂർണമെന്റ് ആണ് കിങ് കപ്പ് ഇന്റർനാഷണൽ. അപ്പോൾ കിങ് കപ്പ് ഇന്റർനാഷണൽ ആരാണ്? നമ്മുടെ ലക്ഷ്യ സെൻ എന്താണ് ലക്ഷ്യ സെൻ വിജയിച്ചിരിക്കുക കേട്ടോ. ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഏതാ വർഷം ഫോം ചെയ്തത്? 1934 ഇത് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. ആരാണ് ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റ് ബാഡ്മിന്റൺ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ? ഹേമന്ത് ബിശ്വ ശർമ്മയാണിത് ഇപ്പോഴത്തെ കറണ്ട് പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് അല്ലേ. അപ്പോൾ ജസ്റ്റ് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകാൻ വേണ്ടി കേട്ടോ, ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോളൂ. അപ്പോൾ ലക്ഷ്യം എന്താണ്? കിങ് കപ്പ് ഇന്റർനാഷണൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കാം നമുക്ക് എന്താണ്. ഷമ്മി സിൽവ ഹാസ് ബീൻ ഇലക്റ്റഡ് ആസ് ന്യൂ ചെയർമാൻ ഓഫ് ദ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചെയർമാൻ ആയിട്ട് ആരെയാണ്? ഷമ്മി സിൽവനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടു. ആരായിരുന്നു ഓൾഡ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ? ജയ്ഷ അല്ലെ, നമ്മുടെ ജയ്ഷ ആയിരുന്നു ഓൾഡ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അദ്ദേഹം എന്താണ്? അദ്ദേഹം ICC ചെയർമാൻ ആയിട്ട് മാറി. ഓക്കെ, അദ്ദേഹം ഒരു അപ്ഗ്രേഡേഷൻ കിട്ടി. എന്താണ്? ICC ചെയർമാൻ ആയിട്ട് മാറി. അപ്പം ആ ഒരു പോസ്റ്റിലേക്ക് ആരാണ്? ഷമ്മി സിൽവ എത്തിയാണ് കേട്ടോ. ഷമ്മി സിൽവ ഹാസ് ബീൻ എലക്ടഡ് ആസ് എ ന്യൂ ചെയർമാൻ ഓഫ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ. നമ്മുടെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഫോം ചെയ്ത വർഷമാണ് 1983 ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഫോം ചെയ്തത്. അതിന്റെ ക്യാപിറ്റൽ എവിടെയാണെന്ന് വെച്ചാൽ കൊളംബോ അല്ലെ. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് വെച്ചാൽ ശ്രീലങ്ക കൊളംബോയിലാണിത് ഇതിന്റെ ക്യാപിറ്റൽ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഷമ്മി സിൽവ ഇമ്പോർട്ടൻ്റ് ആണ്. ഷമ്മി സിൽവ എന്താണ്? ACC ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചെയർമാനായിട്ട് എന്താണ് സ്ഥാനമേറ്റു. അതുപോലെ ലക്ഷ്യ സെൻ എന്താണ്? കിങ് കപ്പ് ഇന്റർനാഷണൽ സ്വന്തമാക്കി. രണ്ട് കാര്യങ്ങൾ എന്താണ് ഡിസംബറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. നെക്സ്റ്റ് ന്യൂ ഗവർണേഴ്സ് അല്ലേ. നമ്മൾ ഏത് സ്റ്റേറ്റിൽ എടുത്താലും അവിടുത്തെ അപ്പോയിൻമെന്റ്സ് നമ്മൾ കറണ്ട് അഫയേഴ്സ് എടുക്കുമ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ടോപ്പിക്കാണെന്ത്? നമ്മൾ അപ്പോയിൻമെന്റ്സ് എന്ന് പറയുന്നത്. പുതിയ CMs അല്ലെങ്കിൽ എന്താണ് ഗവർണേഴ്സ്, ഇതൊക്കെ എന്താണ് ഫ്രീക്വൻ്റ് ആയിട്ട് എപ്പോഴും എന്താണ് ഈ എക്സാംസിന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം പുതിയ ഒരു 5 ഗവർണേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, മണിപ്പൂരിന്റെ ഗവർണറാണ് അജയ് കുമാർ ഭല്ല. ഓക്കെ, മണിപ്പൂരിന്റെ പുതിയ ഗവർണറാണ് അജയ് കുമാർ ഭല്ല. മണിപ്പൂരിന്റെ CM ആരാണ്? മണിപ്പൂരിന്റെ CM. ഇപ്പോൾ CM കൂടെ പഠിച്ചു പോകാം അല്ലേ. വെറുതെ ഗവർണർ മാത്രം പഠിക്കേണ്ട, നമുക്ക് എന്താണ് CM നോക്കിയിട്ട് പോകാം. മണിപ്പൂരിന്റെ CM ആരാണ്? ബിരൺ സിംഗ് അല്ലെങ്കിൽ ബൈരൺ സിംഗ് ആണ് മണിപ്പൂരിന്റെ പുതിയ
മണിപ്പൂരിന്റെ CM അവിടുത്തെ പുതിയ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്തതാണത് അജയ് കുമാർ ഭല്ല കേട്ടോ, അജയ് കുമാർ ഭല്ല. അടുത്ത് മിസോറാമിന്റെ പുതിയ ഗവർണറാണ് VK സിംഗ്. ആരാണ്? VK സിംഗ്. ഓക്കെ, അവിടുത്തെ CM ആണ് ലൽഡുഹോമയാണിത് അവിടുത്തെ CM എന്ന് പറയുന്നത്. പക്ഷേ അവിടുത്തെ പുതിയ ഗവർണറാണിത് VK സിംഗ്. ഇനി അടുത്ത് ബീഹാർ, ആരിഫ് മുഹമ്മദ് ഖാൻ അല്ലേ, നമ്മുടെ കേരളത്തിന്റെ ഗവർണറായിരുന്നു അദ്ദേഹം. എന്താണ് ബീഹാറിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട് അല്ലേ, ബീഹാറിലെ പുതിയ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അവിടുത്തെ CM ആണ് നമ്മുടെ നിതീഷ് കുമാർ. ഓക്കെ, അതുപോലെ ഒഡീഷ ഹരി ബാബു ഖമ്പംപട്ടി. ഓക്കെ, ആരാണ്? ഹരി ബാബു ഖമ്പംപട്ടിയാണ് അവിടുത്തെ പുതിയ ഗവർണർ എന്ന് അറിയപ്പെടുന്നത്. അവിടുത്തെ CM ആണ് മോഹൻ ചരൺ സിംഗ്. ഓക്കെ, മോഹൻ ചരൺ സിംഗ് ആണ് അവിടുത്തെ CM. അതുപോലെ ഗവർണറാണ് ഹരി ബാബു ഖമ്പംപട്ടി. ആൻഡ് ലാസ്റ്റ് വൺ കേരള, നമ്മുടെ സ്വന്തം കേരളയുടെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അപ്പം ചോദിക്കാം, നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ റീപ്ലേസ് ആയിട്ട് പുതിയ ആളാണ് വന്നിരിക്കുന്നത്, പുതിയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഈ 5 സ്റ്റേറ്റിലെയും ഗവർണേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ്, കാരണം പുതിയ അപ്പോയിൻമെന്റ്സ് ആണ്. അപ്പോൾ ഇനിയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിൽ ഏതായാലും എന്താണ് ചോദിക്കാനുള്ളൊരു ചാൻസ് എന്താണ്? വളരെ ഹൈ ചാൻസ് ആണ്. അപ്പോൾ ഈ 5 ഗവർണേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചു നോക്കാം കേട്ടോ. ഈ 5 ഒന്നുകൂടെ പറയാം: മണിപ്പൂർ അജയ് കുമാർ ഭല്ല, മിസോറാം VK സിംഗ്, ബീഹാർ ആരിഫ് മുഹമ്മദ് ഖാൻ, ഒഡീഷ ഹരി ബാബു ഖമ്പംപട്ടി, കേരള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഈ 5ഉം കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് Kash Patel. Okay, Kash Patel has been declared as the next Director General of FBI. Okay, FBI പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാ അപ്പോയിന്റ് ചെയ്തത്? അപ്പോയിൻമെന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോയിൻമെന്റ്സ്, അവാർഡ്സ്, ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവന്റുകൾ എല്ലാം കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഏറ്റവും കോർ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ കാശ് പട്ടേൽ ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ദ നെക്സ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് FBI. ഓക്കെ, ഫോറൻസിക് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ പുതിയ ഡയറക്ടർ ജനറലായിട്ട് കാശ് പട്ടേലിനെ അപ്പോയിന്റ് ചെയ്തു. അടുത്താണ് ജസ്റ്റിസ് മുർധു നിരൂപ ബിദുഷിനി ഫെർണാണ്ടോ. ഓക്കെ, മുർധു നിരൂപ ബിദുഷിനി ഫെർണാണ്ടോ ഹാവ് ബിക്കം 48th ചീഫ് ജസ്റ്റിസ് ഓഫ് ശ്രീലങ്ക. ഓക്കെ, 48th ചീഫ് ജസ്റ്റിസ് ഓഫ് ശ്രീലങ്ക. ശ്രീലങ്കയുടെ എന്താണ് 48ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ആരാണ്? മുർധു നിരൂപ ബിദുഷിനി ഫെർണാണ്ടോ ആണെന്ന് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് കേട്ടോ. അപ്പോൾ 2 അപ്പോയിന്റ്മെന്റ്സ് പഠിച്ചു. ഒന്ന് കാശ് പട്ടേൽ FBIയുടെ, രണ്ടാമത് എന്താണ് 48th CG ഓഫ് ശ്രീലങ്ക മുർധു നിരൂപ ബിദുഷിനി ഫെർണാണ്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് മിലിറ്ററി എക്സസൈസ്. ഓക്കെ, അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലാണിത് മിലിറ്ററി എക്സസൈസ് അറിയപ്പെടുന്നത്. ഓക്കെ, ഫസ്റ്റ് ഒന്ന് നോക്കാം. ഇന്ത്യ ആൻഡ് മലേഷ്യ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് ആണെന്ത്? ഹരിമാവ് ശക്തി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, മിലിറ്ററി എക്സസൈസ് ഒക്കെ എന്താണ് എപ്പോഴും ചോദിക്കുന്നതാണ്, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് അല്ലെങ്കിൽ എവിടെയാണ് ഇത് കണ്ടക്ട് ചെയ്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം ഇന്ത്യ ആൻഡ് മലേഷ്യ തമ്മിലുള്ള മിലിറ്ററി എക്സസൈസിന്റെ പേരാണ് ഹരിമാവ് ശക്തി എന്നറിയപ്പെടുന്നത്. ഇത് മലേഷ്യയിലാട്ടോ കണ്ടക്ട് ചെയ്യുന്നത്. മലേഷ്യയിലെ കോലാലംപൂറിലാട്ടോ, കോലാലംപൂറിലാണെന്ത് ഈ ഹരിമാവ് ശക്തി കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും മലേഷ്യ തമ്മിലാണെന്ത് ഹരിമാവ് ശക്തി കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അടുത്താണ് സിൻപാക്സ്. ഓക്കെ, സിൻപാക്സ് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് കംബോഡിയ. ഇവിടെ C ഉണ്ടല്ലേ, C. അപ്പോൾ C എന്താണ്? സിൻപാക്സ്, കംബോഡിയ, അങ്ങനെ ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇന്ത്യ ആൻഡ് എന്താണ് കംബോഡിയ തമ്മിലുള്ള മിലിറ്ററി എക്സസൈസ് ആണിത് സിൻപാക്സ് എന്ന് പറയുന്നത്. ഇനി എവിടെയാണ് ഈ സിൻപാക്സ് നടക്കുന്നത്? സിൻപാക്സ് കണ്ടക്ട് ചെയ്യുന്നത് പൂനെയിലാണ്. പൂനെ. ഓക്കെ, സിൻപാക്സ് കണ്ടക്ട് ചെയ്യുന്നത് പൂനെയിലാണത് സിൻപാക്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊരു മിലിറ്ററി എക്സസൈസ് ആണ് നമുക്ക് സ്ലീനെക്സ് അല്ലെ, പേര് കേൾക്കുമ്പോൾ അറിയാം, നമുക്ക് പഠിക്കാൻ എളുപ്പമുണ്ട്. സ്ലീനെക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ശ്രീലങ്ക. ഓക്കെ, ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് ശ്രീലങ്ക. ഓക്കെ, വിശാഖപട്ടണത്താണിത് ഇത് നടക്കുന്നത് കേട്ടോ. വിശാഖപട്ടണം. ഓക്കെ, വിശാഖപട്ടണത്താണിത് സ്ലീനെക്സ്. ഇന്ത്യ ആൻഡ് ശ്രീലങ്കയുടെ സ്ലീനെക്സ് നടക്കുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്ത്. അപ്പോൾ 3 എന്താണ് മിലിറ്ററി എക്സസൈസ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഹരിമാവ് ശക്തി. എവിടെയാണ് ഹരിമാവ് ശക്തി? ഇന്ത്യ ആൻഡ് മലേഷ്യ നടക്കുന്ന കോലാലംപൂരിലാണ്. അടുത്ത് സിൻപാക്സ്. ഓക്കെ, സിൻപാക്സ് ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് കംബോഡിയ. എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? പൂനെയിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ സ്ലീനെക്സ് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? വിശാഖപട്ടണത്താണ് കണ്ടക്ട് ചെയ്യുന്നത്. ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് ഇത് നടക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ജസ്ലീൻ കൗർ ഹാസ് അവാർഡഡ് ദ പ്രസ്റ്റീജിയസ് ടേണർ പ്രൈസ്. എന്താണ് ഈ ടേണർ പ്രൈസ്? അതായത് വിഷ്വൽ ആർട്ടിസ്റ്റുകൾക്ക് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് അവാർഡാണിത് ഈ ടേണർ പ്രൈസ് എന്ന് പറയുന്നത്. അതായത് ഒബ്ജക്ട്സ് ഒക്കെ വെച്ച് നമ്മളൊരു വിഷ്വലി ഉള്ളൊരു അത് ആർട്ട് പോലെ ഉണ്ടാക്കില്ലേ? ഓക്കെ, ആ ഒരു ടൈപ്പ് ഓഫ് എന്താണ് ഇതിനാണ് ടേണർ പ്രൈസ് കൊടുക്കുന്നത്. അപ്പോൾ ആർക്കാണ് കിട്ടിയത്? ജസ്ലീൻ കൗറിനാണിത് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ടേണർ പ്രൈസ് ഇത്തവണ ലഭിച്ചത്. ഓക്കെ, അവാർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവാർഡ്സ് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പം ജസ്ലീൻ കൗറിനാണിത് ടേണർ പ്രൈസ് ലഭിച്ചത്. നെക്സ്റ്റ് ആണ് RBI ഹാസ് ഇൻക്രീസ്ഡ് ദ ലിമിറ്റ് ഓഫ് UPI ലൈറ്റ് വാലറ്റ് ടു 5000. ഓക്കെ, അതായത് നേരത്തെ ലൈറ്റ് വാലറ്റിന്റെ ലിമിറ്റ് എത്രയായിരുന്നു? വെറും 2000 രൂപയായിരുന്നു. എന്ത്
വെറും 2000 രൂപയായിരുന്നു RBI യുടെ ലൈറ്റ് വാലറ്റ് ലിമിറ്റ് എന്ന് പറയപ്പെടുന്നത്. ഇപ്പം എന്താണ്, ഇപ്പം അതിൻ്റെ എന്താണ് ലിമിറ്റ് ഇൻക്രീസ് ചെയ്തു. ഇത്രയാണ്, ഇപ്പം 5000, ഓക്കെ 5000 ആണത് RBI UPI ലിമിറ്റിൻ്റെ ലൈറ്റ് വാലറ്റ് ലിമിറ്റ്. അപ്പോൾ ചോദിക്കാം എത്രയിൽ നിന്ന് എത്രയിലേക്ക് മാറ്റി, അല്ലെങ്കിൽ നേരത്തെ എത്രയായിരുന്നു എന്നൊക്കെ ചോദിക്കാം. അപ്പം 2000 നിന്നും 5000 എന്താണ് ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. എന്താണ്, ജസ്ലീൻ കൗർ എന്താണ് ടേണർ പ്രൈസ് ലഭിച്ചു. അതുപോലെ RBI യുടെ ലൈറ്റ് വാലറ്റ് ലിമിറ്റ് 2000 നിന്നും 5000 ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് വൺ, ഇന്ത്യാസ് ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ഓവർ സീ. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ്, അതും എവിടെയാണ്, ഓവർ സീ, സീയുടെ മുകളിലൂടെയല്ല, ഇന്ത്യയിലെ ആദ്യത്തെ. നമുക്ക് എപ്പോഴും ഈ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും ലാർജസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ്, ഹയസ്റ്റ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്കുകളില്ലേ, ഒക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു എന്താണ്, അത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും കൂടുതൽ കറണ്ട് അഫയേഴ്സിൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ഓക്കെ, അതായത് ഹയസ്റ്റ് വൺ, അല്ലെങ്കിൽ എന്താണ് ദ ലാർജസ്റ്റ് വൺ, അല്ലെങ്കിൽ ദ ഫസ്റ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണ് ഒരു നാഷണൽ ന്യൂസ് കിട്ടുന്ന കാര്യം, കൂടുതൽ എന്താണ് ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നോക്കാം, ഇന്നാഗ്രേറ്റഡ് ഇൻ കന്യാകുമാരി, തമിഴ്നാട്. അവിടെയാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ് ഇന്ത്യാസ് ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് ഓവർ സീ നമ്മൾ പുതുതായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തത്. എന്നാണ്, December 30, 2024 ബൈ MK സ്റ്റാലിൻ. ഓക്കെ, തമിഴ്നാട് CM ആയ MK സ്റ്റാലിൻ. ഓക്കെ, MK സ്റ്റാലിനാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഇനി കണക്ട്സ് എവിടെയൊക്കെ തമ്മിലാണ് ഈ പിക്ചറിൽ? ഓക്കെ, കണക്ട്സ് ദ സെയിന്റ് തിരുവള്ളൂർ സ്റ്റാച്യു വിത്ത് ദ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. നമ്മളൊക്കെ പോയിട്ടില്ല, വിവേകാനന്ദ പറയില്ലേ, വിവേകാനന്ദ പറയും എന്താണ്, സെയിന്റ് തിരുവള്ളൂരിൻ്റെ സ്റ്റാച്യുവിൻ്റെ മറ്റു പേരാണ് സ്റ്റാച്യു ഓഫ് വിസ്ഡം എന്ന് പറയും കേട്ടോ. സ്റ്റാച്യു ഓഫ് വിസ്ഡം. ഓക്കെ, സ്റ്റാച്യു ഓഫ് വിസ്ഡം എന്ന് പറയുന്നത് ഏത് സ്റ്റാച്യു എന്ന് ചോദിക്കാം. ഏതാണ് അത്? സെയിന്റ് തിരുവള്ളൂർ സ്റ്റാച്യു ആണ്. ഇനി എത്രയാണ് ഇതിന്റെ ഹൈറ്റ് എന്നറിയോ? ഓക്കെ, 133 ഫീറ്റ് ആണെന്ത് ഈ സെയിന്റ് തിരുവള്ളൂർ സ്റ്റാച്യുവിന്റെ ഹൈറ്റ് കേട്ടോ. 133 ഫീറ്റ് ആണ്, 133 ഫീറ്റ് ആണെന്ത് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇത് എവിടെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? സെയിന്റ് തിരുവള്ളൂരും അതാണ് വിവേകാനന്ദ റോക്കും ആയിട്ടാണ് ഇത് കണക്ട് ചെയ്യുന്നത്. ഇതിന്റെ നീളം എത്രയാണെന്ന് വെച്ചാൽ 77 മീറ്റർ ആണെന്ത് ഇതിന്റെ നീളം, 77 മീറ്റർ ലോങ് ആണെന്ത് ഈ പാലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം. ഇന്ത്യാസ് ഫസ്റ്റ് ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് ഓപ്പൺ ചെയ്തത്? തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലാണ്. എന്നാണ്? December 13, MK സ്റ്റാലിൻ, തമിഴ്നാട് CM ആയ MK സ്റ്റാലിനാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഇത് ഏതൊക്കെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? സെയിന്റ് തിരുവള്ളൂർ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് വിസ്ഡവും എന്താണ് വിവേകാനന്ദ റോക്കായിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിന് 133 ഫീറ്റ് ആണ് ഈ സ്റ്റാച്യൂയുടെ പൊക്കം. അതുപോലെ എന്താണ് ഇത് ഈ പാലം, ഈ ഗ്ലാസ് ബ്രിഡ്ജ് എത്രയാണ്? 77 മീറ്റർ ആണ് ലോങ്. ഇത്ര കാര്യങ്ങൾ പഠിച്ചു വെക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത് അതായിരിക്കും. നെക്സ്റ്റ് വൺ, വിതുൽ കുമാർ ഹാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് CRPF. അല്ലെ, ഡിഫൻസ് ഫോഴ്സുകളുടെ എന്താണ് പുതിയ ഹെഡായിട്ട് പുതിയ ഓരോരുത്തർ ആൾക്കാർ വരാറുണ്ട് അല്ലേ. അപ്പോൾ ഈ ഹെഡുകളുടെ പേരുകളൊക്കെ എന്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കിടയ്ക്ക് എന്താണ് ചോദിക്കാറുണ്ട്, ഹെഡ് ആരാണ് ഹെഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പം CRPFന്റെ പുതിയ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്യാനാണ് വിതുൽ കുമാർ. ഓക്കെ, ആരാണ്? വിതുൽ കുമാർ ഹാസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ഡയറക്ടർ ജനറൽ ഓഫ് CRPF. ഓക്കെ, CRPFന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാണ്? വിതുൽ കുമാറിനെ അപ്പോയിന്റ് ചെയ്യൂ. അതുപോലെ തന്നെ ജസ്റ്റിസ് V. രാമസുബ്രഹ്മണ്യം ഹാസ് അപ്പോയിന്റഡ് ആസ് എ ചെയർപേഴ്സൺ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഓക്കെ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? ജസ്റ്റിസ് V. രാമസുബ്രഹ്മണ്യത്തിനെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, എന്നാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടായത്? 1993 നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടായത്. അതും കൂടെ ജസ്റ്റ് ഒന്ന് സ്റ്റാറ്റിക്കായിട്ട് ഓർത്ത് വെക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ ആണെങ്കിൽ CSFന്റെ ഓക്കെ ഇതിന്റെ ഹെഡ് വിതുൽ കുമാർ പറഞ്ഞില്ലേ, ഇതുപോലെ CSFന്റെ ഹെഡ് ആരാണ്? അത് രാജ്വീന്ദർ സിംഗ് ആട്ടോ. ഓക്കെ, രാജ്വീന്ദർ സിംഗ് ആണത് CSFന്റെ ഹെഡ്. CRPF പഠിച്ചുകൊണ്ട് ജസ്റ്റ് ഇതും കൂടെ പറയാം കേട്ടോ, ഓർത്തിരിക്കാൻ വേണ്ടിയാണ്. രാജ്വീന്ദർ സിംഗ് ആണത് CISFന്റെ ഹെഡ്. CRPFും CSFും തമ്മിൽ മാറിപ്പോരുത്. CRPFന്റെ വിതുൽ കുമാർ ആണെങ്കിൽ CSFന്റെ ആരാണ്? CSFന്റെ രാജ്വീന്ദർ സിംഗ് ആണത് CSFന്റെ ഹെഡ് എന്ന് പറയുന്നത്. അതുപോലെ BSF ചോദിക്കുകയാണെങ്കിൽ അത് ദാൽജിത് സിംഗ് ചൗധരിയാണ്. BSF കേട്ടോ, BSFന്റെ ദാൽജിത് സിംഗ് ചൗധരിയാണിത് BSFന്റെ ഹെഡ്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം CSF പറഞ്ഞു, എന്താണ് BSF പറഞ്ഞു, അതുപോലെ CRPF പറഞ്ഞു. അതുപോലെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ പുതിയ ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്തതാണ് അത് ജസ്റ്റിസ് V. രാമസുബ്രഹ്മണ്യമാണ്. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ, കൺട്രീസ് ഫസ്റ്റ് ഡിജിറ്റൽ മ്യൂസിയം അഭയ് പ്രഭാവന. ഓക്കെ, അഭയ്
പ്രഭാവന എവിടെയാണ്? ഓക്കെ, ഡിജിറ്റൽ മ്യൂസിയം. അപ്പോൾ പ്രത്യേകിച്ച് എടുത്തു ചോദിക്കാം, ഡിജിറ്റൽ മ്യൂസിയം എവിടെയാണ്? അത് ലൊക്കേറ്റ് ചെയ്യുന്നത് മുംബൈയിലാണ്. മുംബൈയിലെ ഇന്ദ്രയാണി റിവറിന്റെ തീരത്താണെന്ത് ഈ ഡിജിറ്റൽ മ്യൂസിയം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഈ എന്താണ് ഈ ഡിജിറ്റൽ മ്യൂസിയത്തിൽ കൂടുതലുള്ള കാര്യങ്ങൾ? എന്തായിരിക്കും എൻ്റെ കോൺടാക്ട് എന്ന് വെച്ചാൽ ബേസ്ഡ് ഓൺ ദ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ഓഫ് ജൈനിസം. ഓക്കെ, അതായത് ജൈനിസത്തിനെ കുറിച്ചുള്ള ഹിസ്റ്ററിയും അവരുടെ ഫിലോസഫി എന്താണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണിത് ഈ ഒരു ഡിജിറ്റൽ മ്യൂസിയത്തിൽ കൊടുത്തുള്ളത്. ഈ കാണുന്നതാണ് ഡിജിറ്റൽ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളാണിത് ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ മ്യൂസിയം. അങ്ങനെ ചോദിക്കാം, രണ്ട് തരത്തിൽ ചോദിക്കാം. എന്താണ് കൺട്രിയിലെ ആദ്യത്തെ ഡിജിറ്റൽ മ്യൂസിയത്തിൻ്റെ പേര്? ഓക്കെ, ഒന്ന് കാര്യം എന്താണ് അത്? അഭയ് പ്രഭാവനയാണിത് ഫസ്റ്റ് ഡിജിറ്റൽ മ്യൂസിയത്തിൻ്റെ പേര്. ഇനി എവിടെയാണത് ലൊക്കേറ്റ് ചെയ്യുന്നത് ചോദിക്കാം. എവിടെയാണ്? മുംബൈയിലെ ഇന്ദ്രയാണി റിവറിന്റെ തീരത്താണിത് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ് ഇതിൽ? ഓക്കെ, ഈ ഡിജിറ്റൽ മ്യൂസിയത്തിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ എന്താണ്? ഫിലോസഫി ആൻഡ് എന്താണ് ഹിസ്റ്ററി ഓഫ് ജൈനിസം ആണിത് ഈ ഒരു ഡിജിറ്റൽ മ്യൂസിയത്തിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വീണ്ടും അപ്പോയിൻമെന്റ്സിലെ അല്ലേ എന്താണ്? റാം മോഹൻ റാവു അമര ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ മാനേജിംഗ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ MD ആയിട്ട് എന്താണ് ആരെ ഇലക്ട് ചെയ്യപ്പെട്ടു? റാം മോഹൻ റാവു അമരനെ ഇലക്ട് ചെയ്യപ്പെട്ടു കേട്ടോ. റാം മോഹൻ റാവു അമർ ചോദിക്കാൻ വളരെ ചാൻസ് ഉണ്ട്. SBIയുടെ പുതിയ ചെയർപേഴ്സൺ അല്ലെ സോറി MD ആണ് എന്താണ് റാം മോഹൻ റാവു അമര എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ, ജസ്റ്റിസ് GS സന്താവ്ലിയ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ 30th ചീഫ് ജസ്റ്റിസ് ഓഫ് എവിടെയാണ്? ഹിമാചൽ പ്രദേശ്. ഓക്കെ, ഹിമാചൽ പ്രദേശിലെ 30ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് ആര് ഇലക്ട് ചെയ്യപ്പെട്ടു? ജസ്റ്റിസ് GS സന്താവ്ലിയ എന്താണ് ഇലക്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ രണ്ട് അപ്പോയിൻമെന്റ്സ് പഠിച്ചു. ഒന്ന് SBIയുടെ ഓക്കെ SBIയുടെ പുതിയ MD ആരാണ്? റാം മോഹൻ റാവു അമര. ആൻഡ് അതുപോലെ ഹിമാചൽ പ്രദേശിന്റെ 30ാമത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് GS സന്താവ്ലിയ. ഓക്കെ, രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് ദേവേന്ദ്ര ഫഡ്നാവിസ് വാസ് വോൺ ഇൻ ആസ് ദ CM ഓഫ് മഹാരാഷ്ട്ര. നമ്മൾ നേരത്തെ എന്താണ് 5 ഗവർണേഴ്സ് പഠിച്ചായിരുന്നു, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെയാണെന്ത് ഓരോ സ്റ്റേറ്റിലെ CM. അപ്പം മഹാരാഷ്ട്രയുടെ പുതിയ CM ആയിട്ട് ആര് ഇലക്ട് ചെയ്യപ്പെട്ടു വെച്ചാൽ ദേവേന്ദ്ര ഫഡ്നാവിസ് ആണിത്. ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്രയുടെ പുതിയ CM ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു. ഇനി ഇവിടുത്തെ ഗവർണർ ആരാണ്? ഗവർണർ CP രാധാകൃഷ്ണൻ അല്ലേ. CP രാധാകൃഷ്ണൻ ആണിത് മഹാരാഷ്ട്രയുടെ ഗവർണർ. ഓക്കെ, CP രാധാകൃഷ്ണൻ ആണത് ഇവിടുത്തെ ഗവർണർ. അപ്പോൾ നമ്മൾ ഏത് സ്റ്റേറ്റ് എടുത്താലും CM-ഉം ഗവർണറും പഠിച്ചു നോക്കുക, അതിന് വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, CP രാധാകൃഷ്ണൻ ഗവർണർ, അതുപോലെ പുതിയ CM ആണത് ദേവേന്ദ്ര ഫഡ്നാവിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് GSI ജിയോളജി മ്യൂസിയം ഹാസ് ഇനാഗുറേറ്റഡ് അറ്റ് വിക്ടോറിയ ബിൽഡിംഗ് ഇൻ ഗ്വാളിയർ. ഓക്കെ, GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ. എന്നാണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്? 1851 ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ GSI ജിയോളജി മ്യൂസിയം എവിടെയാണ്? മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ എന്താണ് പുതിയതായിട്ട് ഇനാഗ്രേറ്റ് ചെയ്തത്. ആരാണ് ഇനാഗ്രേറ്റ് ചെയ്തത്? നമ്മുടെ ജയ്ദീപ് ധാങ്കർ, വൈസ് പ്രസിഡന്റ് ആയ ജയ്ദീപ് ധാങ്കർ ആണിത് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത് കേട്ടോ. ജയ്ദീപ് ധാങ്കർ ആണിത് ഈ GSI ജിയോളജി മ്യൂസിയം ഇനാഗ്രേറ്റ് ചെയ്ത്. രണ്ട് കാര്യങ്ങൾ പഠിച്ചു നോക്കാം. അപ്പോൾ നമ്മൾ എത്ര കാര്യങ്ങൾ പഠിച്ചു? അതായത് മഹാരാഷ്ട്രയിലെ CM പഠിച്ചു, എന്താണ് ദേവേന്ദ്ര ഫഡ്നാവിസ്, ആൻഡ് ഗവർണർ CP രാധാകൃഷ്ണൻ. നെക്സ്റ്റ് GSI ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നാണ് ഫോം ചെയ്തത്? 1855 ഫോം ചെയ്ത്. ജിയോളജി മ്യൂസിയം എവിടെയാണ്? മധ്യപ്രദേശിലെ ഗ്വാളിയറിൽ പുതുതായിട്ട് പണി കഴിയപ്പെട്ടു. അത് ആരാണ് ഇനാഗ്രേറ്റ് ചെയ്തത്? നമ്മുടെ ജയ്ദീപ് ധാങ്കർ ആണിത് അത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് രാഷ്ട്രീയ ബാൽ പുരസ്കാർ. എന്താണ് രാഷ്ട്രീയ ബാൽ പുരസ്കാർ? വിവിധ എന്താണ് മേഖലകളിൽ എന്താണ് പ്രാവീണ്യത്തിൽ കഴിവ് തെളിയിച്ച കുട്ടികളെ എന്താണ് നമ്മളൊരു അവരെ എന്താ പറയുക എൻകറേജ് ചെയ്യുക അല്ലെങ്കിൽ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ചടങ്ങാണിത് രാഷ്ട്രീയ ബാൽ പുരസ്കാർ എന്ന് പറയുന്നത്. ഇത്തവണത്തെ ഇന്ത്യയിലെ രാഷ്ട്രീയ ബാൽ പുരസ്കാർ കിട്ടിയത് മൊത്തം എത്ര കുട്ടികൾക്കാണ്? 17 കുട്ടികൾക്കാണിത് ഇത്തവണത്തെ രാഷ്ട്രീയ ബാൽ പുരസ്കാർ ലഭിച്ചത് കേട്ടോ. 17 കുട്ടികൾ. ഓക്കെ, 17 സ്റ്റുഡൻസ്. എത്രയാണ്? എത്ര ഗേൾസ് എത്ര ബോയ്സ് ആണ്? 10 ഗേൾസും 7 ബോയ്സിനുമാണിത് ഈ രാഷ്ട്രീയ ബാൽ പുരസ്കാർ ലഭിച്ചത്. എല്ലാ കൊല്ലവും രാഷ്ട്രീയ ബാൽ പുരസ്കാർ കൊടുക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ആണത് ദ്രൗപദി മുർമു. ആരാണോ കറണ്ട് പ്രസിഡന്റ് ആ സമയത്തെ പ്രസിഡന്റ് ആണത് ഈ രാഷ്ട്രീയ ബാൽ പുരസ്കാർ നൽകുന്നത്. ഇത്തവണ ദ്രൗപദി മുർമു ആണത് ഈ 17 കുട്ടികൾക്കും രാഷ്ട്രീയ ബാൽ പുരസ്കാർ കൊടുത്ത്. എവിടെ വെച്ചാണ് നടന്നത്? അതായത് അനൗൺസ് ഓൺ വീർ ബാൽ ദിവസ്. അപ്പോൾ എന്നാണ് 26 ഡിസംബർ ആയ വീർ ബാൽ ദിവസത്തിലാണിത് ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു സെറമണി നടക്കുന്നത്. എവിടെ വെച്ചാണെന്ന് വെച്ചാൽ ഹെൽഡ് അറ്റ് രാഷ്ട്രപതി ഭവൻ കൾച്ചർ സെന്റർ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ വെച്ചാണിത് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ 2 അല്ല 3 കാര്യം പഠിച്ചു. അത് രാഷ്ട്രീയ ബാൽ പുരസ്കാർ എന്താണ് എത്ര കുട്ടികൾക്ക് കൊടുക്കും? 17 കുട്ടികൾക്ക് കൊടുത്തു. ഇനി എന്നാണ് കൊടുക്കുന്നത്? ഡിസംബർ 26. അപ്പോൾ ഡിസംബർ 26 പ്രത്യേകം എന്താണ്? അന്നാണെന്ത് വീർ ബാൽ ദിവസത്തിന് നമ്മൾ പറയുന്നത്. ഇനി എവിടെ വെച്ചാണ് നടന്നത്? ഹെൽഡ് അറ്റ് രാഷ്ട്രപതി ഭവൻ കൾച്ചർ സെന്റർ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിലാണിത് ഇത് കണ്ടക്ട് ചെയ്തത്. ഓക്കെ,
നെക്സ്റ്റ് ക്രിസ്റ്റൂന ഫ്രസ്റ്റാഡോട്ട് സോൺ ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഐസ്ലൻഡ്. ഓക്കെ, ഐസ്ലൻഡിന്റെ പുതിയ എന്താണ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ക്രിസ്റ്റൂന ഫ്രോസ്റ്റ ഡോട്ടറിനെ എന്താണ് സെലക്ട് ചെയ്യപ്പെട്ടു കേട്ടോ, ക്രിസ്റ്റൂന ഫ്രോസ്റ്റ ഡോട്ടർ. അതുപോലെ നെക്സ്റ്റ് ആണ് പ്രസിഡന്റ് ഓഫ് UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ. ഓക്കെ, പ്രസിഡന്റ് ഓഫ് UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിൽ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട ആളാണ് ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ. ഓക്കെ, ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ 2 അപ്പോയിന്റ്മെന്റ്സ് ഒന്ന് ഐസ്ലൻഡിലെ പുതിയ പ്രൈം മിനിസ്റ്റർ ആരാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ എന്താണ് UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട ആളാണത്, അതാണ് ജസ്റ്റിസ് മദൻ ബി ലോക്കൂർ എന്ന് പറയുന്നത്. സന്തോഷ് ട്രോഫി. ഓക്കെ, സ്പോർട്സ് ഇവൻറ്റ്സ് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സ് ഇവൻറ്റ്സ് ആരാണ് ജയിച്ചത്, ഏത് ടീമാണ് വോൺ ചെയ്തത്, എവിടെയാണ് നടന്നത്, ആരാണ് മാൻ ഓഫ് ദി മാച്ച് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് എന്താണ് കറണ്ട് അഫയേഴ്സിൽ ഉടനീളം കണ്ടുവരുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സന്തോഷ് ട്രോഫി, ഓക്കെ, ഫുട്ബോൾ നോക്കാം. ആരാണ് വോൺ ചെയ്തത്, ആരാണ്? ദ 78th എഡിഷൻ ഓഫ് സന്തോഷ് ട്രോഫി ഹാസ് വോൺ ബൈ വെസ്റ്റ് ബംഗാൾ. ഓക്കെ, വെസ്റ്റ് ബംഗാൾ ആണെന്ത് 78ാമത്തെ എഡിഷൻ ജയിച്ചത്. ഇനി എവിടെ വെച്ചാണ് നടന്നത്? തെലങ്കാന. ഓക്കെ, തെലങ്കാനയിൽ വെച്ചാണ് സന്തോഷ് ട്രോഫി. ഓക്കെ, തെലങ്കാനയിൽ വെച്ചാണ് സന്തോഷ് ട്രോഫി നടന്നത്. ഓക്കെ, ഫൈനൽ നടന്നത്. വെസ്റ്റ് ബംഗാൾ ആണത് ഇത് വോൺ ചെയ്തത്. വെസ്റ്റ് ബംഗാൾ ടോട്ടൽ 33 തവണ എന്താണ് സന്തോഷ് ട്രോഫി വോൺ ചെയ്തിട്ടുണ്ട്. 33 തവണ സന്തോഷ് ട്രോഫി. ഏറ്റവും കൂടുതൽ തവണ ആരാണ് സന്തോഷ് ട്രോഫി വോൺ ചെയ്തത്? വെസ്റ്റ് ബംഗാളാണ്. 33 തവണ ഇവർ വോൺ ചെയ്തിട്ടുണ്ട്. ഇനി ആദ്യമായിട്ട് എന്നാണ് സന്തോഷ് ട്രോഫി നടന്നത് വെച്ചാൽ 1941 ഫസ്റ്റ് സന്തോഷ് ട്രോഫി നടന്നത് കേട്ടോ, 1941. അന്നും ആരാണ്? അന്നും വെസ്റ്റ് ബംഗാളാണ് സന്തോഷ് ട്രോഫി ജയിച്ചത്. ഓക്കെ, 1941 അന്നും എന്താണ് സന്തോഷ് ട്രോഫി വെച്ചത് വെസ്റ്റ് ബംഗാളാണ്. ഓക്കെ, അപ്പോൾ സന്തോഷ് ട്രോഫി കൊണ്ടുപോയത് ആരാണ്? വെസ്റ്റ് ബംഗാളാണ്. 33 ടൈറ്റിലാണ് അവർ സ്വന്തമാക്കിയത്. തെലങ്കാനയിൽ വെച്ചാണ് ഈ സന്തോഷ് ട്രോഫി ഫുട്ബോൾ നടന്നത്. നെക്സ്റ്റ് നാഷണൽ ടാൻസൺ സമ്മാൻ. ഓക്കെ, അതായത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും എന്താണ് ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ, മ്യൂസിക് ഫെസ്റ്റിവൽ ആണത്, ഹിന്ദുസ്ഥാനി മ്യൂസിക് ഫെസ്റ്റിവൽ ആണത് ടാൻസൺ സമ്മാൻ. ഇത്തവണത്തെ എഡിഷൻ വെച്ചാൽ 100th എഡിഷൻ ആയിരുന്നത് ഇത്തവണ ടാൻസൺ സമ്മാൻ, അല്ലെങ്കിൽ ഈ ഒരു ടാൻസൺ മ്യൂസിക് ഫെസ്റ്റിവലിൽ നടന്നു. അപ്പോൾ അവിടെ അവിടെ വെച്ച് കൊടുത്ത നാഷണൽ ടാൻസൺ സമ്മാൻ അവാർഡ് ആർക്കാണ് ലഭിച്ചതെന്ന് വെച്ചാൽ നാഷണൽ ടാൻസൺ സമ്മാൻ ഫോർ ദ ഇയർ 2024 ഹാസ് ബീൻ അവാർഡ് ടു പണ്ഡിറ്റ് സ്വപൻ ചൗധരി. ഓക്കെ, സ്വപൻ ചൗധരി ഓഫ് കൽക്കത്തയ്ക്കാണത് ഈ നാഷണൽ ടാൻസൺ സമ്മാൻ ലഭിച്ചത്. ഏറ്റവും അതായത് ഇന്ത്യയിലെ തന്നെ ഹയസ്റ്റ് ഹിന്ദുസ്ഥാനി ക്ലാസിക് മ്യൂസിക് ഫെസ്റ്റിവൽ ആണത് നമ്മുടെ ഈ ടാൻസൺ സമ്മാൻ എന്ന് അല്ലെങ്കിൽ മ്യൂസിക് ഫെസ്റ്റിവൽ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ആരാണ് ഈ സ്വപൻ ചൗധരി? ഹീസ് എ നോഡ് തബല പ്ലെയർ. നിങ്ങൾക്ക് സ്റ്റാറ്റിക് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ചോദിക്കാറുണ്ട്. സ്വപൻ ചൗധരി ഏത് ഇൻസ്ട്രുമെന്റ് ആയിട്ട് റെഡി ചെയ്യപ്പെടുന്നു? ആരാണ്? ഏത് തബല പ്ലെയർ ആണ് അദ്ദേഹം. അതുപോലെ ടാൻസൺ മ്യൂസിക് ഫെസ്റ്റിവലിന്റെ എത്രാമത്തെ എഡിഷൻ ആണ് ഇവിടെ മധ്യപ്രദേശിൽ നടത്തുന്നത്? ഈ ടാൻസൺ മ്യൂസിക് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. എവിടെയാണ്? അത് മധ്യപ്രദേശിലാണത് ഈ ടാൻസൺ മ്യൂസിക് ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ഈ അവാർഡ്സ്, മ്യൂസിക് ഫെസ്റ്റിവൽസ് ഒക്കെ എന്താണ് ഫെയർസ് ആൻഡ് ഫെസ്റ്റിവൽസിലൊക്കെ വരുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ്. അപ്പോൾ മേ ബി എന്താണ് അത് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തും ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നാഷണൽ ടാൻസൺ എന്താണ് മ്യൂസിക് ഫെസ്റ്റിവൽ മധ്യപ്രദേശ് നടന്നു. അതിൻ്റെ സമ്മാനം ലഭിച്ചാരാണ്? സ്വപൻ ചൗധരി. അദ്ദേഹം ഒരു തബല പ്ലെയർ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് മസാലി വില്ലേജ് ഓഫ് ഗുജറാത്ത് ഹാസ് ബിക്കം ദ കൺട്രീസ് 100% സോളാർ പവേർഡ് വില്ലേജ്. ഓക്കെ, അതായത് ഇന്ത്യയിലെ തന്നെ എന്താണ് ആദ്യത്തെ എന്താണ് 100% സോളാർ പവേർഡ് വില്ലേജ് ആയി മാറിയിരിക്കുന്നത് മസാലി വില്ലേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കാണുന്ന എന്താണ് ആ ഒരു എന്താണ് വില്ലേജിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള സോളാർ പാനൽസ്. അതായത് ഈ വില്ലേജിലേക്ക് എന്താണ് 100% എന്താണ് സോളാർ പവേർഡ് ആണെന്ന് പറയുന്നത്. നമ്മുടെ സൂര്യഘർ യോജന അല്ലെങ്കിൽ സ്കീമിലെ അണ്ടറിലാണത് സൂര്യഘർ സ്കീമുണ്ട്. സൂര്യഘർ സ്കീമിന്റെ അണ്ടറിലാണത് ഈ ഒരു പ്രൊജക്ട് വരുന്നത് കേട്ടോ. എവിടെയാണ്? ഇനി മസാലി വില്ലേജ് എവിടെയെന്ന് വെച്ചാൽ അത് ഗുജറാത്തിലാണത് ഇത് സിറ്റുവേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഏത് വില്ലേജ് ആണെന്ന് ചോദിക്കാം. മസാലി വില്ലേജ് ഏത് സ്റ്റേറ്റിലാണ്? അത് ഗുജറാത്തിലാണ്. എന്താണ് പ്രത്യേകത? 100% സോളാർ പവേർഡ് വില്ലേജ്. ഇനി ഏത് സ്കീമിൻ്റെ അണ്ടറിലെന്ന് വെച്ചാൽ അത് സൂര്യഘർ സ്കീമിൻ്റെ അണ്ടറിലാണത് ഈ ഒരു പ്രൊജക്ട് വരുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വണ്ണാണ് പ്രോ കബഡി ലീഗ്. ഓക്കെ, സ്പോർട്സിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് പ്രോ കബഡി ലീഗ് എന്ന് പറയുന്നത്. ഇത്തവണത്തെ 2024 എഡിഷനിലെ പ്രോ കബഡി ലീഗ് വോൺ ചെയ്ത് ഹരിയാന സ്റ്റീലേഴ്സ് ആണ്. ആരാണ്? ഹരിയാന സ്റ്റീലേഴ്സ് ഹാസ് വോൺ ദ പ്രസ്റ്റീജിയസ് എന്താണ് പ്രോ കബഡി ലീഗ്. ഇനി ആരാണ് ഡിഫീറ്റ് ചെയ്തത്? ബൈ ഡിഫീറ്റിംഗ് പാട്ന പരേഡ്സ്. ഓക്കെ, പാട്ന പരേഡ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ഹരിയാന സ്റ്റീലേഴ്സ് ആണ് ഇത്തവണത്തെ പ്രോ കബഡി ലീഗ് വോൺ ചെയ്തത്.
ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് 2024. ഓക്കെ, ആദ്യത്തെ ദ ഫസ്റ്റ് എഡിഷൻ ആയിരുന്നു ഇത്തവണത്തെ ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് എഡിഷൻ വോൺ ചെയ്തവരാണ് റിയൽ മാഡ്രിഡ് ആണ് ഈ ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് 2024 ആദ്യ എഡിഷൻ വോൺ ചെയ്ത ടീം എന്ന് പറയുന്നത്. ഇവർ ആരെയാണ് തോൽപ്പിച്ചത്, ഡിഫീറ്റ് ചെയ്തെന്ന് വെച്ചാൽ പച്ചുക്ക. ഓക്കെ, പച്ചുക്ക എന്ന് പറയുന്ന എന്താണ് ക്ലബിനെയാണ് ഇവർ തോൽപ്പിച്ചത്. ടോട്ടൽ 6 ടീംസ് ആയിരുന്നു ഈ ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ പങ്കെടുത്ത ക്ലബ്ബുകൾ എന്ന് പറയുന്നത്. 6 ടീംസ്. ആ 6 ടീംസിൽ ആരാണ് വോൺ ചെയ്തത്? റിയൽ മാഡ്രിഡ് വോൺ ചെയ്തു. ഇനി ഇത് ഫൗണ്ട് ചെയ്ത് ഈ ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫൗണ്ട് ചെയ്തത് എന്താണ്? മാർച്ച് 14, 2023 ഇത് ഫൗണ്ട് ചെയ്തത്. ഓക്കെ, സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു രണ്ട് ചോദ്യങ്ങൾ എന്താണ് ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് എന്ന് ഫൗണ്ട് ചെയ്യുന്ന ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ആദ്യം വെച്ചതാണ്. ഓക്കെ, എന്നാണ് 2023 ഫിഫ ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ എന്താണ് ക്ലബ്ബിൽ ആരാണ് വോൺ ചെയ്തത്? അത് റിയൽ മാഡ്രിഡ് ആണ് ഈ ഒരു കപ്പ് വോൺ ചെയ്തതെന്ന് നോട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, പേഴ്സൺ ഓഫ് ദ ഇയർ ഫോർ 2024 ബൈ ടൈം മാഗസിൻ ഹാസ് ഗിവൺ ടു ഡൊണാൾഡ് ട്രംപ്. ആർക്കാണ്? ഡൊണാൾഡ് ട്രംപിനാണ് നമ്മുടെ ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത്. ഇനി അടുത്ത്, ഫ്രാങ്കോയിസ് ബൈറോ ഹാസ് ബീൻ എലക്ടഡ് ആസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ഫ്രാൻസ്. ഓക്കെ, ഓരോ രാജ്യങ്ങളുടെ പ്രൈം മിനിസ്റ്റേഴ്സ്, പുതിയ പ്രസിഡന്റിന്റെ അപ്പോയിൻമെന്റ്സ് ഒക്കെ എന്താണ് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലുള്ള കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞില്ല, ഓരോ രാജ്യങ്ങളുടെ ആകുമ്പോഴേക്കും എല്ലാ രാജ്യങ്ങളിലും പഠിക്കുന്ന എല്ലാ വർഷം എന്താണ് ചോദിക്കാനുള്ള ചാൻസ് എന്താണ് വളരെ ഹൈ ആണ്. അപ്പം ഫ്രാങ്കോയിസ് ബൈറോ എന്താണ് ഫ്രാൻസിന്റെ പുതിയ പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇലക്ട് ചെയ്യപ്പെട്ടു. അതുപോലെ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് എന്താണ് ലഭിച്ചത്? നമ്മുടെ ഡൊണാൾഡ് ട്രംപിനാണ്. ആരാണ് നൽകുന്നത്? ടൈം മാഗസിനാണ് ഈ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് നൽകുന്നത്. ഇനി ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ മാസം കറണ്ട് അഫയേഴ്സ് പഠിച്ചായിരുന്നു. നമ്മൾ പുതിയ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ഒരു ആളെ അപ്പോയിന്റ് ചെയ്യുന്നായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ടോ? ഓക്കെ, ആശിഷ് ഖന്ന അല്ലേ? ആശിഷ് ഖന്നനെ ഇതിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് നമ്മൾ ഓൾറെഡി അപ്പോയിന്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ അന്ന് നമ്മൾ ആ സൈഡിൽ പറഞ്ഞത് എന്താണ്? മൊത്തം ടോട്ടൽ 104 മെമ്പേഴ്സ് ആണ് ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ഉണ്ടായിരുന്ന മെമ്പേഴ്സ്, ടോട്ടൽ മെമ്പേഴ്സ്. അത് ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്തത്? 2015 ഈ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഫൗണ്ട് ചെയ്തത്. അന്ന് നമ്മൾ പഠിച്ചു 104 മെമ്പേഴ്സ് ആയിരുന്നു ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ഉണ്ടായിരുന്നത്. പക്ഷേ പുതിയൊരു മെമ്പർ 105ാമത്തെ നോക്കുക, 105ാമത്തെ മെമ്പറായിട്ട് എന്താണ് മോൾഡോവ. ഓക്കെ, മോൾഡോവ എന്താണ് 105ാമത്തെ മെമ്പറായിട്ട് ജോയിൻ ചെയ്തു. അപ്പം ഒരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, 105ാമത്തെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് എന്താണ് കൺട്രി ടു ജോയിൻ അല്ലെങ്കിൽ ടു മെമ്പർ ടു ജോയിൻ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ആരാണ്? അത് മോൾഡോവയാണെന്ന് നോട്ട് ചെയ്ത് കേട്ടോ, മോൾഡോവ. ഓക്കെ, അപ്പോൾ ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പുതിയ ഡയറക്ടർ ജനറൽ 2 കറണ്ട് അഫയേഴ്സ് ഇമ്പോർട്ടൻ്റ് പഠിച്ചു. എന്താണ് ഡയറക്ടറാണ്? ആശിഷ് ഖന്ന 2015 ഫോം ചെയ്ത്. ടോട്ടൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 105 മെമ്പേഴ്സ് ആണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ഉള്ളത്. അതുപോലെ ലാസ്റ്റ് ജോയിൻ ചെയ്ത മെമ്പറാണിത് മോൾഡോവ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, പാകിസ്ഥാൻ ഹാസ് വോൺ ദ ബ്ലൈൻഡ് T20 വേൾഡ് കപ്പ് ടൈറ്റിൽ. ഓക്കെ, വീണ്ടും എന്താണ് നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് ബ്ലൈൻഡ് T20 വേൾഡ് കപ്പ് ടൈറ്റിൽ ആരാണ്? അത് പാകിസ്ഥാനാണ് വോൺ ചെയ്തത്. പാകിസ്ഥാൻ. ഓക്കെ, ബംഗ്ലാദേശിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ട് പാകിസ്ഥാനാണ് ബ്ലൈൻഡ് T20 വേൾഡ് കപ്പ് ടൈറ്റിൽ കൊണ്ടുപോയത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് എം രഘു ഓഫ് കർണാടക ആൻഡ് ദേവിക സിഹാഗ് ഓഫ് ഹരിയാന have won the 86th സീനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, നമ്മുടെ ബാംഗ്ലൂരു, കർണാടകയിലെ ബാംഗ്ലൂരിലാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് കണ്ടക്ട് ചെയ്തത്. ബാംഗ്ലൂരു. ഓക്കെ, ബാംഗ്ലൂരിലെ എന്താണ് കർണാടകയിലെ ബാംഗ്ലൂരിലാണ് ഈ ഒരു 86th സീനിയർ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പ് 2024 കണ്ടക്ട് ചെയ്തത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് നോക്കുക. എം രഘു ഓഫ് കർണാടക ആൻഡ് ദേവിക സിഹ ഓഫ് ഹരിയാനയാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വോൺ ചെയ്തത്. അതുപോലെ എന്താണ് പാകിസ്ഥാനാണ് ബ്ലൈൻഡ് T20 വേൾഡ് കപ്പ് ടൈറ്റിൽ കരസ്ഥമാക്കിയത്. നെക്സ്റ്റ്, മഹാകുംഭ്. ഓക്കെ, മഹാകുംഭ് ബിക്കം ദ 76th ഡിസ്ട്രിക്ട് ഓഫ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിലെ എന്താണ് 76ാമത്തെ ഡിസ്ട്രിക്റ്റ് ആയിട്ട് എന്താണ് മഹാകുംഭ് വന്നു. നമ്മൾ ഇപ്പോൾ അറിയാം, നമുക്ക് മഹാകുംഭമേളയൊക്കെ ഉത്തർപ്രദേശിൽ എന്താണ് നടക്കുന്നുണ്ട്, പ്രയാഗ്രാജിൽ അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ടെമ്പറലി ഒരു ഡിസ്ട്രിക്ട് എന്താണ് ഇവർ പ്രഖ്യാപിച്ചുള്ളത്, പെർമനന്റ് ആക്കിയിട്ടില്ല. പക്ഷേ എന്താണ് മഹാകുംഭ് ഒരു 76ാമത്തെ ഡിസ്ട്രിക്ട് പോലെ എന്താണ് ഉത്തർപ്രദേശ് ഗവൺമെൻറ് അവിടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചോദിക്കാം എന്താണ് ഉത്തർപ്രദേശിൽ എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട്? അപ്പോൾ 76 ഡിസ്ട്രിക്ട് ആണിത് ഉത്തർപ്രദേശിലുള്ള. 76ാമത്തെ ഏതെന്ന് വെച്ചാൽ മഹാകുംഭാണ്. മഹാകുംഭമേളയോട് ബന്ധപ്പെട്ട് ഇതാണ് ഇവരുടെ ഡിസ്ട്രിക്റ്റിന് പേര് കൊടുത്തിരിക്കുന്നത് അല്ലേ. അടുത്ത, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഹാസ് ഇനാഗുറേറ്റഡ് ദ ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട് ഇൻ ഖാൻഡ്വ മധ്യപ്രദേശ് ഓൺ December 25, 2024 അല്ലേ. അതെന്താണ്? ഓക്കെ, ഓംകാരേശ്വർ. ഓക്കെ, ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട്. ഓംകാരേശ്വർ
ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട്. എവിടെയാണ്? അത് മധ്യപ്രദേശിൽ. ഓക്കെ, മധ്യപ്രദേശിലാണിത് ഇത് ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടത്. ആരാണ് ഇതിൻ്റെ PM മോദി? നമ്മുടെ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ഒക്കെ ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എന്താണെന്നൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ്. അവർ പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകൾ അല്ലെങ്കിൽ ഇനാഗ്രേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങൾ അതൊക്കെ എപ്പോഴും ചോദിക്കാം, എവിടെയാണ് അല്ലെങ്കിൽ ആരാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ചോദിക്കാം. അപ്പോൾ പ്രൈം മിനിസ്റ്റർ എന്താണ് വന്ന് ഇനാഗ്രേറ്റ് ചെയ്തൊരു ലോഞ്ച് ആണിത് നമ്മുടെ ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട് എന്ന് പറയുന്നത്. എവിടെയാണ്? അത് മധ്യപ്രദേശിലാണുള്ളത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത്, ഇന്ത്യ വിൽ ഹോസ്റ്റ് ദ വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനൽ ആൻഡ് ദ വേൾഡ് ബോക്സിംഗ് കോൺഗ്രസ് ഇൻ 2024 ഇൻ ന്യൂഡൽഹി. അതായത് 2025 ഇന്ത്യയാണ് വേൾഡ് ബോക്സിംഗ് കപ്പ് ഫൈനലും അതുപോലെ വേൾഡ് ബോക്സിംഗ് കോൺഗ്രസ് നടത്തുന്ന എവിടെയാണ്? ഇന്ത്യയിലെ ന്യൂഡൽഹിയിലാണ് ഇത് രണ്ടും കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കാര്യം നോട്ട് ചെയ്യുക. 3 കാര്യം വിളിച്ചപ്പോൾ മഹാകുംഭ് ഉത്തർപ്രദേശിലെ 76ാമത്തെ ഡിസ്ട്രിക്റ്റാണ്. പ്രൈം മിനിസ്റ്റർ ഓംകാരേശ്വർ ഫ്ലോട്ടിംഗ് സോളാർ പ്രൊജക്ട് എന്താണ് മധ്യപ്രദേശിൽ ഇനാഗ്രേറ്റ് ചെയ്തു. അതുപോലെ എന്താണ് ഇന്ത്യയാണ് നമ്മുടെ ബോക്സിംഗ് കപ്പ് ഫൈനലും അതുപോലെ വേൾഡ് ബോക്സിംഗ് കോൺഗ്രസും ഇന്ത്യയിൽ ന്യൂഡൽഹിയിലാണ് ഇത് നടക്കാൻ പോകുന്നതെന്നും നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ ഓക്കെ നെക്സ്റ്റ് വൺ ആണ് ഏഷ്യാസ് ഫസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് യൂബർ ഷിഖാര. ഓക്കെ, വാസ് ലോഞ്ച്ഡ് ഓൺ ഡാൽ ലേക്ക്. അല്ലേ, നമ്മുടെ ഇന്ത്യാസ് ഫസ്റ്റ് വൈഫൈ കണക്ടിവിറ്റി ലേക്ക് അല്ലെങ്കിൽ എന്താണ് ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യുന്ന നമ്മുടെ ഡാൽ ലേക്കിലാണിത് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഫസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസായ ഊബർ ഷിഖാര. ഇതാണ് ഷിഖാര അല്ലേ, ഊബർ ഷിഖാര സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ചോദിക്കാം ഏത് ലേക്കിലാണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഇവൻറ്റില്ല ഫസ്റ്റ് ഏഷ്യാസ് ഫസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസിൻ്റെ പേര് എന്താണ്? ഇങ്ങനെയൊക്കെ എന്താണ് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരാണിത് ഊബർ ഷിഖാര. എവിടെയാണ്? നമ്മുടെ ഡാൽ ലേക്കിലാണിത്, നമ്മുടെ ജമ്മുവിലെ ഡാൽ ലേക്കിലാണിത് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഡാൽ ലേക്കിൻ്റെ പ്രത്യേകത നമുക്ക് ഓൾറെഡി അറിയാലോ. ഞാൻ ഓൾറെഡി പറഞ്ഞു വൈഫൈ കണക്റ്റഡ് ലേക്കാണ്. ഫ്ലോട്ടിംഗ് പോസ്റ്റ് ഓഫീസുകൾ എന്താ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു ലേക്കാണിത് ഡാൽ ലേക്ക് എന്ന് പറയുന്നത്. അടുത്താണ് 20th ഏഷ്യൻ വുമൺസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് വാസ് ഹെൽഡ് ഇൻ ന്യൂ ഡൽഹി. എത്രാമത്തെയാണ്? 20th ഏഷ്യൻ വുമൺസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് 2024 നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ച് കണ്ടക്ട് ചെയ്തു. ഇനി ഇതിനകത്ത് വോൺ ചെയ്ത് ആരാന്ന് വെച്ചാൽ ജപ്പാൻ. ഓക്കെ, ജപ്പാനാണെന്ത് ഈ ഒരു ഇവൻ്റ് അല്ലെങ്കിൽ സ്പോർട്സ് ഇവൻ്റ് എന്താണ് വിജയിച്ചത്, കപ്പ് കൊണ്ടുപോയത് അല്ലേ. 20th ഏഷ്യൻ വുമൺസ് ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ആരാണ്? ജപ്പാനാണ് വോൺ ചെയ്ത്. എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഇവൻ്റ് കണ്ടക്ട് ചെയ്തത്. ഈ രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ആണ് വുമൺസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ്. നമ്മൾ ഫുൾ സ്പോർട്സ് ഇവൻസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പോർട്സ് ഇവൻസ്. എന്താ ആരാണ് ടൈറ്റിൽ വോൺ ചെയ്ത്, എവിടെ വെച്ചാണ് നടന്നത്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം വുമൺസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ്. ഓക്കെ, ഇന്ത്യ ഹാസ് വോൺ ദ ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, നമ്മുടെ സ്വന്തം ഇന്ത്യ ആണെന്താ ഈ വുമൺസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് വോൺ ചെയ്ത്. ഇനി എവിടെയാണ് നടന്നത്? ഇത് നടന്നതാണ് മസ്കറ്റ് അല്ലെങ്കിൽ ഒമാനിലാണിത്. ഓക്കെ, ഹെൽഡ് ഇൻ മസ്കറ്റ്, ഒമാനിലെ എന്താണ് മസ്കറ്റിലാണിത് ഈ ഒരു ഇവന്റ് നടന്നത്. ഇനി റണ്ണറപ്പ് ആയതാരാണ്? ചൈന. അപ്പോൾ ഫൈനലിൽ ആരൊക്കെ തമ്മിൽ നടന്നത്? ഇന്ത്യയും ചൈനയും തമ്മിലായിരുന്നു ഇതിൻ്റെ ഫൈനലിൽ നടന്നത്. അല്ലെങ്കിൽ ഇന്ത്യ നമ്മൾ വോൺ ചെയ്തു. ഇനി ആരായിരുന്നു ഇതിൻ്റെ ടോപ്പ് സ്കോറർ? നമ്മുടെ ദീപിക സെഹ്റാവാട്ട്. ഓക്കെ, ദീപിക സെഹ്റാവാട്ട് ആയിരുന്നു ഇതിൻ്റെ ടോപ്പ് സ്കോർ. ഐ തിങ്ക് 12 goals. ഓക്കെ, 12 11 ഉറപ്പില്ല. അത്രയും ഗോളുകൾ കരസ്ഥമാക്കിക്കൊണ്ട് ഈ ഇവന്റിലെ ഈ എന്താണ് വുമൺസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പിലെ ടോപ്പ് സ്കോറായി മാറിയത് നമ്മുടെ ദീപിക സെഹ്റാവാട്ടാണ്. അപ്പം വുമൺസ് ഹോക്കി ജൂനിയർ ഏഷ്യ കപ്പ് എവിടെ വെച്ചാണ് നടന്നത്? അത് ഒമാനിൽ അല്ലെങ്കിൽ മസ്കറ്റിലെ ഒമാനിലാണ് നടന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലായിരുന്നു ഫൈനലിൽ. ഇന്ത്യ വോൺ ചെയ്തു. ടോപ്പ് സ്കോറായി മാറിയത് ആരായിരുന്നു? ടോപ്പ് സ്കോറായി മാറിയത് ദീപിക സെഹ്റാവാട്ടാണെന്നും നോട്ട് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ആണ് അണ്ടർ 19 ഏഷ്യ കപ്പ് 2024. ഓക്കെ, അണ്ടർ 19 ഏഷ്യ കപ്പ് ആരാണ് വോൺ ചെയ്തത്? ഓക്കെ, ബംഗ്ലാദേശ് ഹാസ് വോൺ ദ അണ്ടർ 19 ഏഷ്യ കപ്പ് 2024 ബൈ ഡിഫീറ്റിംഗ് ഇന്ത്യ. ഓക്കെ, ഫൈനൽ നടന്നത് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലായിരുന്നു. ഇതിനകത്ത് അണ്ടർ 19 ഏഷ്യ കപ്പ് കരസ്ഥമാക്കിയത് ബംഗ്ലാദേശാണ്. ഓക്കെ, ബംഗ്ലാദേശ് ഏകദേശം 59-58 റണ്ണിനും കണ്ട് ഇന്ത്യൻ എന്താണ് ബീറ്റ് ചെയ്ത് ഈ അണ്ടർ 19 ഏഷ്യ കപ്പ് സ്വന്തമാക്കുകയുണ്ടായത്. ഐ തിങ്ക് ദുബായിൽ വെച്ചാണ് ഈ ഒരു ഇവന്റ് ഹോസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഏഷ്യ കപ്പ് അതുപോലെ ക്രിക്കറ്റ്, സെയ്ദ് മുസ്തഖ് അലി ട്രോഫി, സന്തോഷ് ട്രോഫി, ഫുട്ബോൾ, ഓക്കെ, അതായത് എല്ലാ ഇവൻറ്റും സ്പോർട്സ് ഇവൻറ്റ്സിലും ആരാണ് വോൺ ചെയ്യുന്നത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. കാരണം അത്രയേറെ ഇമ്പോർട്ടൻസ് എന്താണ് ഇതിന് ഉണ്ട്. അപ്പം അണ്ടർ 19 ഏഷ്യ കപ്പ് 2024 വോൺ ചെയ്ത് ബംഗ്ലാദേശാണ് ബൈ ബീറ്റിംഗ് ഇന്ത്യ. നെക്സ്റ്റ്, ചണ്ഡീഗഡ് ഈസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ഇൻ ഇന്ത്യ ടു ഫുള്ളി ഇംപ്ലിമെൻറ്റ് 3 ന്യൂ ക്രിമിനൽ ലോസ്. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണ് പുതിയതായിട്ട് 3 ക്രിമിനൽ ലോസ് ആഡ് ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് ചണ്ഡീഗഡ് ആണ്. ഓക്കെ, ഇനി ഏതൊക്കെയാണത്? ഇന്ത്യൻ ജസ്റ്റിസ് കോഡ്. ഓക്കെ, ഏതൊക്കെ ക്രിമിനൽ ലോസ് ആണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ
ഇന്ത്യൻ ജസ്റ്റിസ് കോഡ്, സെക്കൻഡ് വൺ ഇന്ത്യൻ സിവിൽ ഡിഫൻസ് കോഡ്, ആൻഡ് തേർഡ് വൺ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 2023. ഈ മൂന്നും ആണെന്ത് പുതുതായിട്ട് ആഡ് ചെയ്ത ക്രിമിനൽ ലോസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്താണ് ഇന്ത്യ ആൻഡ് ജപ്പാൻ ആർ വർക്കിംഗ് ടുഗദർ ഓൺ എ ജോയിന്റ് ലൂണാർ പോളാർ എന്താണ് എക്സ്പ്ലോറേഷൻ, അതായത് ലുപ്പെക്സ് മിഷൻ. ഇനി ലുപ്പെക്സ് മിഷൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ചന്ദ്രൻ്റെ അല്ലേ മൂണിൻ്റെ സൗത്ത് പോള്, മൂണിൻ്റെ സൗത്ത് പോളിലേക്കുള്ള എന്താണ് ഒരു മിഷനാണിത് ഈ ലുപ്പെക്സ് എന്ന് പറയുന്നത്. അപ്പം ഏതൊക്കെ രാജ്യങ്ങളാണിത് ഈ ലുപ്പെക്സ് മിഷനിൽ ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ അത് ഇന്ത്യയും ജപ്പാനുമാണ്. ഇനി തിരിച്ചു ചോദിക്കാം, ഇന്ത്യയും ജപ്പാനും തമ്മിൽ എന്താണ് സൗത്ത് പോളിലേക്ക്, മൂണിൻ്റെ സൗത്ത് പോളിലേക്ക് കണ്ടക്ട് ചെയ്യുന്ന മിഷൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പേരാണ് ലുപ്പെക്സ് എന്ന് പറയും. ഓക്കെ, ലുപ്പെക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലൂണാർ പോളാർ എക്സ്പ്ലോറേഷൻ മിഷനാണിത് ലുപ്പെക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ചണ്ഡീഗഡ് എന്താണ് 3 പുതിയ ക്രിമിനൽ ലോസ് ആഡ് ചെയ്യപ്പെട്ടു. ഏതൊക്കെയാണത്? ഇന്ത്യൻ ജസ്റ്റിസ് കോഡ്, ഇന്ത്യൻ സിവിൽ ഡിഫൻസ് കോഡ് ആൻഡ് ഇന്ത്യൻ എവിഡൻസ് ആക്ട്. അതുപോലെ ലുപ്പെക്സ് മിഷൻ ഇന്ത്യ ആൻഡ് ചൈന തമ്മിൽ നടത്തുന്ന മിഷനാണ്. ഓക്കെ, നെക്സ്റ്റ് അണ്ടർ-19 വുമൺസ് T20 ഏഷ്യ കപ്പ്. നമ്മൾ കുറച്ച് മുമ്പേ അണ്ടർ-19 മെൻസ് ഏഷ്യ കപ്പിൽ ബംഗ്ലാദേശ് വോൺ ചെയ്തെന്ന് പറഞ്ഞു ബൈ ഡിഫീറ്റിംഗ് ഇന്ത്യ. ഇവിടെ എന്താണ് അണ്ടർ-19 വുമൺസ് T20 ഏഷ്യ കപ്പ്. ഓക്കെ, അവിടെ എന്താണ്, അവിടെ നമ്മൾ ഇന്ത്യ തോറ്റെങ്കിൽ ഇവിടെ എന്താണ്, ഇവിടെ നമ്മൾ ഏഷ്യ കപ്പ് വോൺ ചെയ്തു. അതായത് വുമൺസ് ഏഷ്യ കപ്പ് എന്താണ് നമ്മുടെ ഇന്ത്യ ആണെന്ന് വോൺ ചെയ്തത്. ഇനി എവിടെ നടന്നത്? കോലാലംപൂരിൽ. ഓക്കെ, ഇന്തോനേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചാണിത് ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്ത്. റണ്ണറപ്പ് ആരായിരുന്നു? റണ്ണറപ്പ് ബംഗ്ലാദേശായിരുന്നു. അവിടെ നമ്മൾ തോറ്റുകൊണ്ട് എന്താണ് ഇവിടെ നമ്മൾ പകരം വീട്ടി അല്ലേ, ബംഗ്ലാദേശിനെ തോപ്പിച്ചുകൊണ്ട് ഇന്ത്യ എന്താണ്, ഇന്ത്യ വുമൺസിന്റെ ലീഗിന് ഏഷ്യ കപ്പ് കരസ്ഥമാക്കി. ഇനി ഇതിലെ ജി തൃഷ ഹാസ് അവാർഡ് ദ പ്ലെയർ ഓഫ് ദ മാച്ച്. ഓക്കെ, അതായത് പ്ലെയർ ഓഫ് ദ മാച്ച് ആയിട്ട് അവാർഡ് ചെയ്യപ്പെട്ട ആരാണ്? ജി തൃഷയാണ്. അപ്പോൾ ഇവിടെ വെച്ച് നടന്നുള്ള വെന്യൂ കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ആര് വോൺ ചെയ്തു പ്രത്യേകം നോക്കണം. വുമൺസും മെൻസും രണ്ടാണ്. ഓക്കെ, മെൻസിൽ എന്താണ്, മെൻസിൽ ഇന്ത്യ ഡിഫീറ്റ് ചെയ്യപ്പെട്ടു. എന്താണ് വുമൺസിൽ ഇന്ത്യ വോൺ ചെയ്തു. വുമൺസ് നടന്ന് കോലാലംപൂരിലാണ്. റണ്ണറപ്പ് ആയത് ബംഗ്ലാദേശാണ്. അതുപോലെ എന്താണ് ജി തൃഷയാണെന്ത് ഇതിലെ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കരസ്ഥമാക്കിയതെന്നും നോട്ട് ചെയ്യുക. നെക്സ്റ്റ് 17th സെയ്ദ് മുസ്താഖ് അലി ട്രോഫി അല്ലേ, സെയ്ദ് മുസ്താഖ് അലി ട്രോഫി ആരാണ് വോൺ ചെയ്തത്? മുംബൈ ഹാസ് വോൺ ദെയർ സെക്കൻഡ് ടൈറ്റിൽ ബൈ ഡിഫീറ്റിംഗ് മധ്യപ്രദേശ്. ഓക്കെ, മധ്യപ്രദേശിനെ തോപ്പിച്ചുകൊണ്ട് മുംബൈ ആണത് അവരെ 17ാമത്തെ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി കപ്പ് സ്വന്തമാക്കിയത്. നമ്മുടെ ശ്രേയാസ് അയ്യറിന്റെ ടീമാണിത് നമ്മുടെ മുംബൈ എന്ന് പറയുന്നത്. ഓക്കെ, മുംബൈ എന്താണ് അവരുടെ 2ാമത്തെ ടൈറ്റിൽ എന്താണ്, അങ്ങനെ സെയ്ദ് മുസ്താഖ് അലി ട്രോഫിയിൽ അവർ കരസ്ഥമാക്കിയിട്ട് ആരാണ് ബീറ്റ് ചെയ്തത്? മധ്യപ്രദേശിനാണിത് അവർ ബീറ്റൺ ചെയ്തത്. അടുത്താണ് 38th നാഷണൽ ഗെയിംസ് ടു ബി കണ്ടക്റ്റഡ് ഇൻ ഉത്തരാഖണ്ഡ്. ഓക്കെ, അപ്പോൾ എല്ലാ കൊല്ലം നമുക്ക് നാഷണൽ ഗെയിംസ് ഉണ്ട് അല്ലേ. നമ്മുടെ 37th നാഷണൽ ഗെയിംസ് എവിടെ നടന്നത്? 37th നാഷണൽ ഗെയിംസ് നടന്നത് ഗോവയിലായിരുന്നു അല്ലേ. ഗോവയിലായിരുന്നു 37th നാഷണൽ ഗെയിംസ് കണ്ടക്ട് ചെയ്തത്. നമ്മുടെ 38ാമത്തെ നാഷണൽ ഗെയിംസ് എവിടെയാണ് നടത്തിയിരുന്നത്? അത് ഉത്തരാഖണ്ഡിലാണിത് അത് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ 38th നാഷണൽ ഗെയിംസിലെ മാസ്കോട്ട് എന്ന് വെച്ചാൽ മൗളി. ഇത് ഈ കാണുന്ന മൗളിയാണിത് 38ാമത്തെ നാഷണൽ ഗെയിംസിലെ എന്ത് മാസ്കോട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്താണ് 10th ഇന്റർനാഷണൽ ഫെയർ, ഫോറസ്റ്റ് ഫെയർ. ഓക്കെ, 10th ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ എവിടെയാണ് കണ്ടിരുന്നത്? ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാലിലാണിത് 10th ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർസ് കണ്ടിരുന്നത്. ഒരു വലിയ ഇവന്റ് ആണ്. ഓക്കെ, എല്ലാ കൊല്ലവും എന്താണ് നടക്കുന്ന ഒരു വലിയ ഇവന്റ് ആണെന്ന് ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ എന്ന് പറയുന്നത്. അത് ഇത്തവണ അല്ലെങ്കിൽ ഈ കൊല്ലം നടന്ന എവിടെയാണ്? മധ്യപ്രദേശിലെ ഭോപ്പാലിലാണിത് ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ കണ്ടക്ട് ചെയ്തത്. അപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു. 38ാമത്തെ നാഷണൽ ഗെയിംസ് ഉത്തരാഖണ്ഡിൽ എന്താണ് നടക്കുന്നു, അതുപോലെ 10th ഇന്റർനാഷണൽ ഫോറസ്റ്റ് ഫെയർ ഭോപ്പാൽ, മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഹാസ് അനൗൺസ്ഡ് ബ്രെയിൻ റോട്ട് ആസ് ദ ഓക്സ്ഫോർഡ് വേർഡ് ഓഫ് ദി ഇയർ 2024. എല്ലാ കൊല്ലം എന്താണ് ഓക്സ്ഫോർഡ് അവരുടേതായിട്ടുള്ള എന്താണ് ഒരു വേർഡ്. ഓക്കെ, ആ വർഷത്തെ ആ ഇയറിലെ എന്താണ് വേർഡ് അവർ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ 2024 എന്താണ് വേർഡ് ഓഫ് ദ ഇയർ ആയിട്ട് അവർ എന്താണ് തിരഞ്ഞെടുക്കപ്പെട്ടാണ് ബ്രെയിൻ റോട്ട് എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, ബ്രെയിൻ റോട്ട്. അപ്പോൾ ചോദിക്കാം, വളരെ സാധ്യതയുണ്ട് എന്താണ് ബ്രെയിൻ റോട്ട് എന്നാണെന്ത് ഈ ഓക്സ്ഫോർഡിൻ്റെ ഇത്തവണ 2024 ഇയറിലെ ഇയർ ഓഫ് ദ വേർഡ് എന്ന് അറിയപ്പെടുന്നു. അടുത്ത് 2024 വേൾഡ് മറൈറ്റൈം ടെക്നോളജി കോൺഫറൻസ് വിൽ ബി ഹെൽഡ് ഇൻ ചെന്നൈ. ഓക്കെ, അത് വേൾഡ് ആണ്. ഓക്കെ, വേൾഡ് മറൈറ്റൈം ടെക്നോളജി കോൺഫറൻസ് ഇന്ത്യയിൽ എവിടെ നടക്കുമെന്ന് ചോദിച്ചാൽ എവിടെയാണ്? അത് ചെന്നൈയിലാണ് നടക്കുന്നത്. 2 പേര് ചോദിക്കാം. ഒന്നെന്താണ് ഈ കോൺഫറൻസ് നടക്കുന്ന ഏതാണ് കൺട്രി ഏതാണെന്ന് ചോദിക്കാം. കൺട്രി ഒബിയസ്ലി എവിടെയാണ്? ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചതാണ് അത് ചെന്നൈയിലാണത് ഇവിടെ ഇത് കണ്ടക്ട് ചെയ്യുന്നത്. അടുത്ത് ഇന്ത്യൻ റെയിൽവേ ലോഞ്ചസ് ആൻഡ് ആപ്പ് ഫോർ പാസഞ്ചേഴ്സ് സേഫ്റ്റി ആൻഡ് സ്റ്റാഫ് ട്രെയിനിങ്. ഓക്കെ, ആ ആപ്പിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ
പേരാണ് സൺ രക്ഷ എന്ന് പറയും. എന്താണ് സൺ രക്ഷ? ഓക്കെ, ഇന്ത്യൻ റെയിൽവേ ലോഞ്ച് ആൻ ആപ്പ് ഫോർ പാസഞ്ചർ സേഫ്റ്റി സ്റ്റാഫ് ട്രെയിനിങ് കോൾഡ് സൺ രക്ഷ. അപ്പോൾ ചോദിക്കാം, ഇന്ത്യൻ റെയിൽവേ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ആപ്പിൻ്റെ പേരെന്താണ്, അല്ലെങ്കിൽ സൺ രക്ഷ എന്ന് പറയുന്ന ആപ്പ് ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നൊക്കെ ചോദിക്കാം. അതാണ് അത് ഇന്ത്യൻ റെയിൽവേ ആയിട്ടാണ് എന്താണ് സൺ രക്ഷ എന്ന് പറയുന്ന ആപ്പ് എന്താണ് റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്. അടുത്തത്, വിനിഷ്യസ് ജൂനിയർ വോൺ ദ 2024 ഫിഫ ബെസ്റ്റ് മെയിൽ ഫുട്ബോളർ ഓഫ് ദ ഇയർ അവാർഡ്. ഓക്കെ, എല്ലാ വർഷവും എന്താണ് ഒരു മെയിൽ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് ഉണ്ട്, ഫീമെയിൽ ഫുട്ബോളർ ഓഫ് ദി ഇയർ അവാർഡ് ഉണ്ട്, ബെസ്റ്റ് ഗോൾ കീപ്പർ ഉണ്ട്. അപ്പോൾ 2024 എന്താണ് ദ ബെസ്റ്റ് ഫിഫ ബെസ്റ്റ് മെയിൽ ഫുട്ബോളർ ഓഫ് ദി ഇയർ കരസ്ഥമാക്കിയത് വിനിഷ്യസ് ജൂനിയർ ആട്ടോ, വിനിഷ്യസ് ജൂനിയർ. ഓക്കെ, അതുപോലെ നമ്മുടെ ഐറ്റാന ബോൺമാട്ടി വോൺ ദ ഫിഫ ബെസ്റ്റ് ഫീമെയിൽ പ്ലെയർ അവാർഡ്. ഓക്കെ, കഴിഞ്ഞ ദിവസത്തെ ബാലൻഡിയർ കിട്ടിയ വ്യക്തിയാണ്. ബാലൻഡിയർ കിട്ടിയ ഐറ്റാന ബോൺമാട്ടിക്കാണ് ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് ഫീമെയിൽ പ്ലെയർ അവാർഡ് ലഭിച്ചത്. അതുപോലെ ബെസ്റ്റ് ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് എമിലിയാനോ മാർട്ടിനസ് ആട്ടോ, അർജന്റീനയുടെ എമിലിയാനോ മാർട്ടിനസ് ആണത് ബെസ്റ്റ് ഗോൾ കീപ്പർ ഓഫ് 2024 ഫിഫ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് ലഭിച്ചത്. അത് എമിലിയാനോ മാർട്ടിനസ് ആണ്. ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം. അപ്പോൾ ബെസ്റ്റ് എന്താണ് മെൻസ് എന്താണ് ഫുട്ബോൾ പ്ലെയർ എന്ന് പറയുന്നത് വിനിഷ്യസ് ജൂനിയർ ആണ്. ഫീമെയിൽ ആരാണ്? ഫീമെയിൽ ഐറ്റാന ബോൺമാട്ടി ഓഫ് സ്പെയിൻ. ഓക്കെ, ഐറ്റാന ബോൺമാട്ടി സ്പെയിൻ്റെ ആണ്, സ്പെയിൻ. അതുപോലെ ബെസ്റ്റ് ഗോൾ കീപ്പർ എന്നറിയപ്പെടുന്നത് എമിലിയാനോ മാർട്ടിനസ്, അർജന്റീന. ഇത് മൂന്നും പഠിച്ചു വെക്കുക. നെക്സ്റ്റ് വൺ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹാസ് ലോഞ്ച് ദ വാട്ടർവേസ് ഇൻസെൻറ്റീവ് സ്കീം. എന്താണ് വാട്ടർവേസ് ഇൻസെൻറ്റീവ് സ്കീം? അതായത് അതാണ് ഈ വാട്ടർവേസിൽ കൂടെ കൂടുതൽ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷനൊക്കെ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു കണ്ടന്റ് കൂട്ടുക എന്ന് എന്താണ് ഒരു ആവശ്യത്തോടെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് ദ വാട്ടർവേസ് എന്താണ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് പറയുന്നത്. അടുത്ത്, വെസ്റ്റ് ബംഗാൾ ഹാസ് ലോഞ്ച് ദ ബംഗ്ലാർ ബാരി ഹൗസിംഗ് സ്കീം. അതായത് എന്താണ് ഈ വീട് വെക്കാൻ വേണ്ടി എന്താണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു സ്കീമാണിത്, അത് ബംഗ്ലാർ ബാരി എന്ന് പറയുന്നത്. അപ്പോൾ വെസ്റ്റ് ബംഗാളിലാണിത് ഈ ഒരു സ്കീം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ ചോദിക്കാറുണ്ട് നമ്മൾ സ്കീംസ്, യോജനാസ്. ഓക്കെ, അതിനകത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് സ്കീംസും യോജനാസും. ഓക്കെ, ബംഗ്ലാർ ബാരി എന്ത് ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഏതുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ട സ്കീമാണെന്ന് വെച്ചാൽ എന്താണ് അത് ഹൗസിംഗ് സ്കീമുമായിട്ട്, എന്താണ് ഹൗസിംഗ് സ്കീമുമായിട്ട്. ഇനി ഏത് സ്റ്റേറ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തെന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാൾ. ഏതാണ്? വെസ്റ്റ് ബംഗാളാണിത് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തെന്നും പഠിച്ചു വെക്കുക. അടുത്താണ്, PM നരേന്ദ്രമോദി ലോഞ്ച്ഡ് ഭീമ സഖി യോജന ഇൻ പാനിപ്പട്ട്, ഹരിയാന. ഓക്കെ, ഹരിയാനയിലെ പാനിപ്പട്ടിലാണിത് ഭീമ സഖി യോജന എന്താണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഭീമ സഖി യോജന. അപ്പം ആരാണ് ലോഞ്ച് ചെയ്തത്? PM നരേന്ദ്രമോദിയാണിത് ഭീമ സഖി യോജന ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എവിടെയാണ് അത്? ഹരിയാനയിലാണിത് അദ്ദേഹം അത് ഇൻട്രൊഡ്യൂസ് ചെയ്തെന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ 3 പഠിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്താണ് വാട്ടർവേസ് ഇൻസെൻറ്റീവ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ബംഗ്ലാർ ബാരി ഹൗസിംഗ് സ്കീം വെസ്റ്റ് ബംഗാൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ ഭീമ സഖി യോജന ആരാണ് പോയിട്ട് അത് PM നരേന്ദ്രമോദി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, ഈ ഭീമ സഖി യോജന എന്ന് വെച്ചാൽ ഓക്കെ 18 മുതൽ 70 വയസ്സ് വരെയുള്ള വുമൺസിനെ എംപവർ ചെയ്യാൻ വേണ്ടി, ഓക്കെ എംപവറിംഗ് വുമൺ ഹു പാസ് 10th സ്റ്റാൻഡേർഡ്. ഓക്കെ, 10ാം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുന്നവർ പാസ്സായവർക്ക് എന്താണ് അവർക്ക് ഒരു കിട്ടുന്ന മീൻസ് ഒരു അവർക്ക് എന്താ പറയുക എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടേതായ കാര്യങ്ങൾക്ക് എന്താണ് അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു യോജനയാണിത് ഭീമ സഖി യോജന എന്ന് പറയുന്നത്. എവിടെയാണെന്ന് വെച്ചാൽ അത് ഹരിയാനയിലാണിത് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അടുത്താണ് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024. നമ്മൾ ഫൈറ്റ് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് പഠിച്ചു. നമ്മുടെ സ്വന്തം ഡി ഗുഗേഷൻ എന്താണ് കിട്ടിയെന്ന് പറഞ്ഞ് പഠിച്ചു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് നമ്മുടെ ഇന്ത്യസ് എന്താണ് കൊണേരു ഹംപി. ആരാണ്? ഇന്ത്യസ് കൊണേരു ഹംപി ഹാസ് വോൺ ദ her second World Rapid Chess Championship 2024. ഓക്കെ, അത്രത്തോളം തന്നെ എന്താണ് നമ്മൾ ആഘോഷിക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ് കൊണേരു ഹംപി. ഓക്കെ, ഇതാണ് കൊണേരു ഹംപി ഹാസ് വോൺ സെക്കൻഡ് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ്. ഇനി ആരാണ് തോൽപ്പിച്ചത്? ഡിഫീറ്റഡ് ഇന്തോനേഷ്യാസ് ഐറീൻ സുക്കന്ദർ. ആരാണ്? ഇന്തോനേഷ്യയുടെ ഐറീൻ സുക്കന്ദർ. ഇന്തോനേഷ്യാസ് ഐറീൻ സുക്കന്ദർ തന്നെയാണെന്ത് കൊണേരു ഹംപി ഡിഫീറ്റ് ചെയ്തത്. ഇനി 18 ഇയർ ഓൾഡ് വോളോഡർ മുർസിൻ ഫ്രം റഷ്യ വോൺ ദ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് മെൻസ് ടൈറ്റിൽ. ഓക്കെ, വുമൺസ് ആരാണ്? വുമൺസ് നമ്മുടെ ഇന്ത്യയുടെ കൊണേരു ഹംപി വോൺ ചെയ്തെങ്കിൽ അതുപോലെ തന്നെയാണ് അതിൻ്റെ മെൻസ് ആരുടെ വോൺ ചെയ്തെന്ന് വെച്ചാൽ 18 ഇയർ ഓൾഡ് വോളോഡർ മുർസിൻ. ഓക്കെ, ആരാണ്? ഏത് റെപ്രസെന്റ് ചെയ്യുന്നു? റഷ്യയിൽ നിന്നുള്ള വോളോഡർ മുർസിനാണിത് ഇതിൻ്റെ മെയിൽ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വോൺ ചെയ്തത്. അപ്പോൾ രണ്ടും പഠിക്കുക, ഫീമെയിൽ
അതായത് വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ ഫീമെയിൽ ആരാണ് കൊണർ ഹംപി വോൺ ചെയ്തു, മെയിൽ ആരാണ് മെയിലിൽ വോളോഡർ മുർസിൻ വോൺ ചെയ്തെന്ന് പഠിക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. നെക്സ്റ്റ് വീണ്ടും നമ്മുടെ ലക്ഷ്യ സെൻ. നമ്മൾ നേരത്തെ ഒരു കിങ് കപ്പ് ഇന്റർനാഷണൽ പഠിച്ചായിരുന്നു, അതോടെ കൂടെ എന്താണ് ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. ലക്ഷ്യ സെൻ ഹാസ് വോൺ ദ മെൻസ് സിംഗിൾസ് ടൈറ്റിൽ ഇൻ ദ സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. ഈ സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് മെൻസിനും ഉണ്ട് വിമൻസിനും ഉണ്ട്. മെൻസിന്റെ നമ്മുടെ ലക്ഷ്യ സെൻ വോൺ ചെയ്യുന്നെങ്കിൽ വിമൻസിന്റെ നമ്മുടെ സ്വന്തം PV സിന്ധു. ഓക്കെ, നമ്മുടെ PV സിന്ധു 2016 സിൽവർ മെഡലിസ്റ്റ് ആയ നമ്മുടെ PV സിന്ധു ആണെന്ത് വുമൺസ് സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ കോമ്പറ്റീഷൻ വോൺ ചെയ്തത്. രണ്ടും പഠിച്ചു നോക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കിങ് കപ്പ് ഇന്റർനാഷണലും സെയ്ദ് മോദി ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പും എന്താണ് ലക്ഷ്യ സെൻ കരസ്ഥമാക്കി. അതിൻ്റെ വുമൺസ് കാറ്റഗറി സ്വന്തമാക്കിയിരിക്കുന്നത് PV സിന്ധു ആണ്. മഹാബോധി ഉത്സവ്. ഓക്കെ, നമ്മൾ നേരത്തെ ഫോറസ്റ്റ് ഫെയർ കണ്ടു. ഓക്കെ, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് മഹാബോധി ഉത്സവം. എന്താണ് ഈ മഹാബോധി അല്ലെങ്കിൽ ബുദ്ധ ആയിട്ട് ബന്ധപ്പെട്ട അല്ലേ, ബുദ്ധൻ്റെ ഇതാണ് വൺ ഓഫ് ദ റിലേറ്റഡ് ആയ ഒരു ഉത്സവമാണ് മഹാബോധി ഉത്സവം എന്ന് പറയുന്നത്. മധ്യപ്രദേശ് ടു പ്രൊമോട്ട് ബുദ്ധിസ്റ്റ് കൾച്ചർ ആൻഡ് ആർട്ട്. അതായത് മധ്യപ്രദേശിലാണിത് ഈ മഹാബോധി ഉത്സവം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, മധ്യപ്രദേശാണ് മഹാബോധി ഉത്സവം കണ്ടക്ട് ചെയ്യുന്നത്. എന്താണ് ബന്ധപ്പെടുന്നത്? അതായത് ബുദ്ധിസ്റ്റ് കൾച്ചർ. ഓക്കെ, ബുദ്ധിസ്റ്റ് കൾച്ചറും ആർട്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിസ്റ്റ് കൾച്ചറും ആർട്ടും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണിത് ഈ മഹാബോധി ഉത്സവം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. മഹാബോധി ഉത്സവം ഇവിടെയാണ്, മധ്യപ്രദേശിലാണ്. എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ബുദ്ധൻ്റെ കൾച്ചർ എന്താണ് ആൾട്ടും എന്താണ് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു ഉത്സവമാണിത് മഹാബോധി ഉത്സവം എന്ന് പറയുന്നത്. അടുത്ത സക്കീർ ഹുസൈൻ. റീസെൻ്റ് നമ്മൾ ന്യൂസിൽ കണ്ടതാണ്, നമുക്ക് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. നമ്മുടെ ലെജൻഡ് സക്കീർ ഹുസൈൻ അല്ലേ. സക്കീർ ഹുസൈൻ എന്താണ് മരണമടഞ്ഞു. ഇനി അദ്ദേഹത്തെ എന്താണ് ടോപ്പിക്കുകൾ, അദ്ദേഹം പാസ്റ്റ് അവേ ആയതുകൊണ്ട് അദ്ദേഹത്തെ പറ്റിയുള്ള ടോപ്പിക്കുകൾ ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അത് ഇന്ത്യൻ തബല പ്ലെയർ ആണ് സക്കീർ ഹുസൈൻ. എന്നാണ് ജനിച്ചത്? 1951. ഓക്കെ, 1951 മാർച്ച് 9 സക്കീർ ഹുസൈൻ എന്താണ് ജനിച്ചത്. ഇനി അദ്ദേഹത്തിന്റെ അവാർഡ്സ് നമുക്ക് നോക്കാം. പത്മശ്രീ 1988 നമ്മുടെ അല്ലാ രാഖയുടെ മകനാണെന്ത് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. തബലയിലെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് സക്കീർ ഹുസൈൻ ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അല്ലേ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പം അദ്ദേഹത്തെ എന്താണ് പത്മശ്രീ 1988 ലഭിച്ചു. അതുപോലെ പത്മഭൂഷൺ 2002 ലഭിച്ചു. പത്മവിഭൂഷൺ 2023 ലഭിക്കുകയുണ്ടായി. ഓക്കെ, കഴിഞ്ഞ വർഷം അല്ല കഴിഞ്ഞ മുമ്പത്തെ വർഷം 2023 എന്നാണ് അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഇനി 4 times ഗ്രാമി അവാർഡ് വിന്നറാണ്. ഓക്കെ, 4 തവണ എന്താണ് ഗ്രാമി അവാർഡ് വിന്നറായി മാറിയതാണ് നമ്മുടെ സക്കീർ ഹുസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഗ്രാമി അവാർഡിന് എന്താണ് നോമിനേറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ കിട്ടിയ ആൽബംസിന്റെ പേരാണ് ദിസ് മൊമെന്റ് ആൻഡ് പഷ്തോ. ഓക്കെ, 2 ആൽബംസ് എന്താണ് വളരെ പ്രശസ്തമായ ആൽബംസ് ആണ്. ഇതാണ് അദ്ദേഹത്തിന് ഗ്രാമി അവാർഡ് എന്താണ് കിട്ടാൻ ലഭിക്കാൻ കാരണമായ 2 ആൽബംസ്. ഈ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ദിസ് മൊമെന്റ് ആൻഡ് പഷ്തോ, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്ര തവണ ഗ്രാമി അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ് നമ്മൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സ്ട്രാറ്റജിക്കലൊക്കെ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പക്ഷേ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളിപ്പം ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്തത് 34th വ്യാസ് സമ്മാൻ. ഓക്കെ, സൂര്യബാലയ്ക്കാണ് ലഭിച്ചത് 34th വ്യാസ് സമ്മാൻ. ഓക്കെ, ലിറ്ററേച്ചർ അവാർഡ് അല്ലേ, ബുക്സിന് കിട്ടുന്ന അവാർഡാണ് 34th വ്യാസ് സമ്മാൻ. ആർക്കാണ് ലഭിച്ചത്? സൂര്യബാലയ്ക്കാണ് 34ാം വ്യാസ് സമ്മാൻ ലഭിച്ചത്. ഇനി ഏത് ബുക്കിനാണ് വെച്ചത്? കൗൺ ദേസ്കോ വാസി വെനൂക്കി ഡയറി. എന്താണ് കൗൺ ദേസ്കോ വാസി? ഓക്കെ, വെനൂക്കി ഡയറി എന്ന് പറയുന്ന ബുക്കിനാണെന്ത് 34ാമത്തെ വ്യാസ് സമ്മാൻ എന്താ ലഭിച്ചത്. ഇനി അടുത്ത് ഇന്ത്യസ് പവൻ കാമ്പല്ലി ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ മെഡൽ ഇൻ ദ ഏഷ്യൻ ഇ സ്പോർട്സ് ഗെയിം. ഓക്കെ, ഈ സ്പോർട്സിലെ ഈ ഫുട്ബോളിൽ എന്താണ് ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് ഇന്ത്യയിലെ പവൻ കാമ്പല്ലി. ഓക്കെ, പവൻ കാമ്പല്ലി ഇദ്ദേഹത്തിന് മിസ്റ്റർ ടോം പോയ്. ഓക്കെ, മിസ്റ്റർ ടോം പോയ് എന്നാണിത് പവൻ കാമ്പല്ലി അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് ബ്രോൺസ് മെഡലാണ് കരസ്ഥമാക്കി പറ്റിട്ടോ. ബ്രോൺസ് മെഡലാണ് അദ്ദേഹത്തിന് ഈ സ്പോർട്സ് ഗെയിം ഈ ഫുട്ബോളിൽ അദ്ദേഹം കരസ്ഥമാക്കിയത്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യയാണ്. ഞാൻ പറഞ്ഞിട്ട് ഫസ്റ്റ്, ലാർജസ്റ്റ്, ഹയസ്റ്റ് എന്നൊക്കെ പറയുന്ന ടീമുകളൊക്കെ എന്താണ് കറണ്ട് അഫയേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ ടു വിൻ എ മെഡൽ ഇൻ ഏഷ്യൻ ഈ സ്പോർട്സ് ഗെയിം എന്ന് അറിയപ്പെടുന്നത് അത് പവൻ കാമ്പല്ലിയാണ്. അദ്ദേഹത്തിന് അറിയപ്പെടുന്നത് മിസ്റ്റർ ടോം ബോയ് എന്നാണ് അദ്ദേഹം അറിയപ്പെടും. ബ്രോൺസ് മെഡലാണ് അദ്ദേഹത്തിന് ഈ ഇവന്റിൽ ലഭിച്ചത്. നെക്സ്റ്റ് പാർക്കർ സോളാർ പ്രോബ്. ഓക്കെ, പാർക്കർ സോളാർ പ്രോബ്. NASA's Parker Solar Probe has created history by going closest to sun. ഓക്കെ, സണ്ണിനോട് ഏറ്റവും അടുത്തെന്താണ് പോയി ഒരു പുതിയ എന്താണ് ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് ആര്? പാർക്കർ സോളാർ പ്രോബ്. ആരാണ് ഈ പാർക്കർ സോളാർ പ്രോബ് ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്? നാസ. ഓക്കെ, നാസയിലാണെന്ത് പാർക്കർ സോളാർ പ്രോബ് ഉള്ളത് കേട്ടോ. പാർക്കർ സോളാർ പ്രോബ് ബൈ നാസ. ഓക്കെ, PSLV C-15 ഇത് പോകുന്നത് കേട്ടോ. PSLV C-15 ഈ പാർക്കർ സോളാർ പ്രോബ് സഞ്ചരിക്കുന്നത്. എന്താണ് ഇറ്റ് വാസ് മെയ്ഡ് ഇൻ 2018 എന്താണ്
എന്താണ് ഉണ്ടാക്കിയ പാർക്കർ സോളാർ പ്രോബ് മേക്ക് ഒബ്സർവേഷൻസ് ഓഫ് ദ സൺസ് ഔട്ടർ കൊറോണ. ഓക്കെ, സണ്ണിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള കൊറോണയെ പറ്റിയുള്ള എന്താണ് പഠനങ്ങൾക്ക് വേണ്ടിയാണെന്ത് ഈ സോളാർ പ്രോബ് നിർമ്മിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിപ്പോൾ എന്താണ് സൂര്യൻ്റെ ഏറ്റവും അടുത്തെന്താണ് ഇപ്പോൾ ഈ പാർക്കർ സോളാർ പ്രോബ് എത്തി നിൽക്കുകയാണ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കറണ്ട് അഫയേഴ്സ് ആണ്. നാസയാണിത് ഈ പാർക്കർ സോളാർ പ്രോബ് നിർമ്മിക്കുന്നത്. PSLV C-15 ഇത് സഞ്ചരിക്കുന്നതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ്, വെറോണിക്ക മിഷെലെ ബാച്ചിലറ്റ് ജെറിയ ഹാസ് ബീൻ സെലക്ടഡ് ഫോർ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് 2024. അല്ലെ, എല്ലാ വർഷവും ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് കൊടുക്കാറുണ്ട്. ഇത്തവണത്തെ ഈ അവാർഡ് ലഭിച്ച ആരാണ്? വെറോണിക്ക മിഷെലെ ബാച്ചിലറ്റ് ജെറിയയ്ക്കാണെന്ത് ഈ ഇന്ദിരാഗാന്ധി പീസ് പ്രൈസ് ഫോർ 2024 ലഭിച്ചത്. അടുത്ത്, ഡോക്ടർ ശങ്കർ പ്രസാദ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ അംബാസഡർ ഓഫ് നേപ്പാൾ ടു ഇന്ത്യ. ഓക്കെ, എന്താണ് നേപ്പാൾ, എന്താണ് അംബാസഡർ ഓഫ് നേപ്പാൾ ടു ഇന്ത്യ, അതായത് നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്ക് അപ്പോയിന്റ് ചെയ്ത പുതിയ അംബാസഡർ ആണിത് ഡോക്ടർ ശങ്കർ പ്രസാദ് ശർമ്മ എന്ന് പറയുന്ന അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഇത് അവാർഡാണ്, ഇത് അപ്പോയിന്റ്മെന്റ്സ് ആണ്. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ശങ്കർ പ്രസാദ് ന്യൂ അംബാസഡർ ഓഫ് നേപ്പാൾ ടു ഇന്ത്യ. പ്രസിഡന്റ് ഓഫ് ICC അല്ലേ, നമ്മൾ നേരത്തെ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ആരാണ് പുതിയ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായിട്ട് നമ്മൾ ഷമ്മി സിൽവനെ സെലക്ട് ചെയ്യപ്പെട്ടു എന്ന് കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ നേരത്തെ ഫോമർ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനായ ജയ്ഷ എന്താണ് ഇപ്പോൾ പ്രസിഡന്റ് ഓഫ് ICC ഇന്ത്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റായിട്ട് അദ്ദേഹത്തിനെ നിയമിക്കപ്പെട്ടു. ഓക്കെ, ജയ്ഷ ഹാസ് ടേക്കൺ ആസ് ചാർജ് ആസ് ദ യങ്ങസ്റ്റ് പ്രസിഡന്റ് ഓഫ് ICCയുടെ ഏറ്റവും യങ്ങസ്റ്റ് പ്രസിഡന്റ് ആയിട്ട് ജയ്ഷ എന്താണ് ചാർജ് ഏറ്റെടുത്തു. ഇനി ഇദ്ദേഹം ആരാണ്? നേരത്തെ ഉള്ള ഗ്രെഗ് ബാർക്ലിയാണ് ഇദ്ദേഹം റീപ്ലേസ് ചെയ്തത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട 1-2 ടോപ്പിക്കുകൾ പഠിക്കാം. ഇതിന്റെ CEO ആരാണ്? ജോഫ് അല്ലാഡീസ് ആണ് ഇതിന്റെ CEO എന്ന് പറയുന്നത്. അതുപോലെ ICC ഏത് വർഷമാണ് ഫോം ചെയ്തത്? ICC ഫോം ചെയ്ത് 1909 ജൂൺ 15th ആണിത് ICC ഫോം ചെയ്ത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത് ദുബായ്, UAE ദുബായിലാണിത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ 2 പഠിച്ചു. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ചെയർമാൻ ആരാണ്? അത് ഷമ്മി സിൽവയാണ്. ICCയുടെ പുതിയ ചെയർമാനാണ് അത് നമ്മുടെ ജയ്ഷായാണ്. അദ്ദേഹം ഗ്രെഗ് ബാർക്ലിയാണ് റീപ്ലേസ് ചെയ്തതെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചിലപ്പോൾ ചോദിക്കാം 2023 ആരായിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് CEO എന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ എന്താണ് നേരത്തെ ഉള്ള പ്രസിഡന്റ് ആരാണെന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ചോദ്യങ്ങൾ വരാറുണ്ട്. 2024 ആരാണ്, 2023 ആരായിരുന്നു ചോദിക്കാറുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ്, ദ 14th എഡിഷൻ ഓഫ് ദ ഓഷ്യാനിയ മെട്രോളജിക്കൽ സാറ്റലൈറ്റ് യൂസേഴ്സ് കോൺഫറൻസ് വിൽ ഹെൽഡ് ഇൻ ന്യൂഡൽഹി. ഞാൻ പറഞ്ഞല്ലോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺഫറൻസുകൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്ഥലത്താണ് നടക്കുന്നത് എപ്പോഴും ചോദിക്കുന്നുണ്ട്. ഏത് കോൺഫറൻസ് ആണെങ്കിലും അത് ചോദിക്കാറുണ്ട്. അപ്പം 14th എഡിഷൻ ഓഫ് ഓഷ്യാനിയ മെട്രോളജിക്കൽ സാറ്റലൈറ്റ് യൂസേഴ്സ് കോൺഫറൻസ് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ് ഇത് നടക്കുന്നത്. ഇനി അടുത്താണ്, ഇന്ത്യൻ ആർമി സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾഡ് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഇൻ സിയാച്ചിൻ. അതായത് സിയാച്ചിനിൽ അവരുടെ കണക്ടിവിറ്റി എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ആർമി എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി എന്താണ് സിയാച്ചിനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണ്. നമ്മൾ വിചാരിക്കുമ്പോൾ എന്താണ് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റിക്ക് എന്താണ് ഇത്ര അച്ചീവ്മെന്റ്? സിയാച്ചിനിൽ നമുക്ക് നമ്മുടെ കണക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ എന്താണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂസ് എന്താണ് ഇന്ത്യൻ ആർമി ഇത് എന്താണ് ഏറ്റെടുത്തത് കൃത്യമായിട്ട് ചെയ്തെന്ന ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്താണ് നോട്ട് ചെയ്ത് വെക്കുക. എവിടെയാണ് എന്താണ് സിയാച്ചിനിൽ ഈ സ്ഥലം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവിടെയാണ് ഒപ്റ്റിക്കൽ ഫൈബർ കണക്ടിവിറ്റി ഇന്ത്യൻ ആർമി പുതുതായിട്ട് സ്ഥാപിച്ചത്. ഓക്കെ, നെക്സ്റ്റ് വൺ, Sunit Mehta has been appointed as the new High Commissioner of India in Fiji. ആരാണ്? Sunit Mehta. Okay, Sunit Mehta has been appointed as the new High Commissioner of India in Fiji. ഇന്ത്യ ആൻഡ് ഫിജിയിലേക്ക് എന്താണ് പുതിയ ഹൈ കമ്മീഷണർ ആയിട്ട് സുനീത് മെഹ്തനെ എന്താണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ന്യൂ RBI ഗവർണർ. നമ്മുടെ പുതിയ RBI ഗവർണർ ശക്തികാന്ത ദാസ് ആയിരുന്നു നമ്മുടെ ഓൾഡ് RBI ഗവർണർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത്തവണ എന്താണ്? സഞ്ജയ് മൽഹോത്ര. ആരാണ് പുതിയ നമ്മുടെ RBI ഗവർണർ? ആണത് സഞ്ജയ് മൽഹോത്ര ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ RBI ഗവർണർ. നമ്മുടെ പുതിയ RBI ഗവർണർ ആയിട്ട് എന്താണ് സഞ്ജയ് മൽഹോത്രനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഏത് വർഷമാണ് ഫൗണ്ട് ചെയ്തത്? ഫൗണ്ട് ഇൻ April 1, 1930 RBI ഫൗണ്ട് ചെയ്ത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? മുംബൈ, മഹാരാഷ്ട്രയാണിത് ഈ RBIയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് RBI പുതിയ ഗവർണർ എന്ന് വെച്ചാൽ. അത്രയോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. RBI ഗവർണറായിട്ട് സഞ്ജയ് മൽഹോത്രനെ അപ്പോയിന്റ് ചെയ്തിരുന്നത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ, മഹാരാഷ്ട്രയാണിത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് നമ്മുടെ വീണ്ടും റീസെൻ്റ്ലി എന്താണ് മൻമോഹൻ സിംഗ് പാസ്റ്റ് അവേ ആയിട്ടുള്ളത് അല്ലേ? നമ്മുടെ ഫോമറായിട്ടുള്ള ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് എന്താണ് ഈ ഇടയ്ക്ക് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഫോമർ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് വാസ് പാസ്റ്റ് അവേ. ഇനി അദ്ദേഹം എത്രാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു? അദ്ദേഹം ഇന്ത്യയിലെ 13ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു കേട്ടോ. 13th പ്രൈം മിനിസ്റ്റർ. ഓക്കെ,
13th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആയിരുന്നു എന്ത് അദ്ദേഹം. ഇനി അദ്ദേഹം പ്രൈം മിനിസ്റ്റർ മാത്രമായിരുന്നു അല്ല, അദ്ദേഹം എന്താണ്, അദ്ദേഹം നമ്മുടെ RBI ഗവർണർ കൂടിയായിരുന്നു. 1982 മുതൽ 85 വരെ എന്താണ് അദ്ദേഹം RBI ഗവർണറായി ജോലി നോക്കിയിട്ടുണ്ട്. അതുപോലെ എന്താണ് ഫിനാൻസ് മിനിസ്റ്റർ 1991 മുതൽ 96 വരെ എന്താണ് അദ്ദേഹം ഫിനാൻസ് മിനിസ്റ്ററുമായിട്ടും അദ്ദേഹം എന്താണ് പദവിയിൽ ഇരുന്നിട്ടുണ്ട്. ഇനി പത്മവിഭൂഷൺ അദ്ദേഹത്തിന് 1987 എന്താണ് അദ്ദേഹത്തിന് പത്മവിഭൂഷണം ലഭിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ നോട്ട് ചെയ്യുക, കാരണം എന്താണ് ഇനിയുള്ള കോമ്പറ്റീവ് എക്സാംസ് എന്താണ് ഇത് ചോദിക്കാൻ വളരെയേറെ സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, 13ാമത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, അതുപോലെ RBI ഗവർണറും ഫിനാൻസ് മിനിസ്റ്ററുമായിട്ട് അദ്ദേഹം ജോലി നോക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വാസ് ഡയറക്ടർ ജനറൽ ഓഫ് WTO. ഓക്കെ, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? ഡോക്ടർ എൻഗോസി ഒഗോഞ്ച ഇവാലയെ എന്താണ് നമ്മൾ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്നാണ് ഈ നമ്മുടെ WTO ഉണ്ടായത്? അത് ജാനുവരി 1995 ജാനുവരി 1 നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഫൗണ്ട് ചെയ്ത്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണിത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ എന്താണ്? അത് 164 മെമ്പേഴ്സാണ്. നമ്മൾ കുറച്ച് മുമ്പേ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് പഠിച്ചാൽ അല്ലെ, പുതുതായിട്ട് മോൾഡോവ എന്താണ് ആഡ് ചെയ്യപ്പെട്ട് 105 മെമ്പേഴ്സ് ഉണ്ടെന്ന് പഠിച്ചായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എത്രയാണ്? 164 മെമ്പേഴ്സ് ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ ഉള്ളത്. അതിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്തത്? നമ്മുടെ ഗോസി ഒക്കോഞ്ചോ ഇവാലിനാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്തതെന്നും പഠിക്കുക. വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഹെഡൊക്കെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും എന്താണ് അത് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് ആണ് ഉർജാവീർ സ്കീം ഹാസ് ബീൻ ലോഞ്ച്ഡ് ബൈ മനോഹർ ലാൽ. ഓക്കെ, ഉർജാവീർ സ്കീം അതായത് എനർജി എന്താണ് കൺസപ്ഷൻ അല്ലെങ്കിൽ എനർജി എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അത് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്കീമാണെന്ത് ഉർജാവീർ സ്കീം എന്ന് പറയുന്നത്. ഇതാരാണ്? മനോഹർ ലാൽ ആണെന്ത് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തത്. അടുത്ത ഹിമാചൽ പ്രദേശ് ഹാസ് ലോഞ്ച് ദ ഇന്ദിരാഗാന്ധി സുഖ ശിക്ഷ യോജന. എന്താണ് ഈ ഇന്ദിരാഗാന്ധി സുഖ ശിക്ഷ യോജന എന്ന് പറയുന്നത്? അതായത് 18 വയസ്സിന് മുകളിലുള്ള 18 ഇയേഴ്സിന് മേളിലുള്ള എന്താണ് വുമൺസിന് എല്ലാ മാസവും എന്താണ് 1000 രൂപ ഇൻസെൻറ്റീവ് പോലെ കിട്ടുന്ന ഒരു സ്കീമാണെന്ത് ഈ ഇന്ദിരാഗാന്ധി സുഖ ശിക്ഷ യോജന എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഇന്ദിരാഗാന്ധി സുഖ ശിക്ഷ യോജനയിൽ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടാണെന്ന് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചു വെക്കുക, 18 വയസ്സിന് മുകളിലേക്കുള്ള എന്താണ് വുമൺസിന് എന്താണ് 1000 രൂപ മാസം എല്ലാ മാസവും 1000 രൂപ ഇൻസെൻറ്റീവ് പോലെ ലഭിക്കുന്ന ഒരു സ്കീമാണെന്ത് ഈ ഇന്ദിരാഗാന്ധി സുഖ ശിക്ഷ യോജന എന്ന് പറയുന്നത്. അടുത്ത ഏഷ്യാസ് ഫസ്റ്റ് ജിയോ സയൻസ് മ്യൂസിയം ബിൽട്ട് ഇൻ മധ്യപ്രദേശ്. ഏഷ്യയിലെ എന്താണ് ആദ്യത്തെ ജിയോ സയൻസ് മ്യൂസിയം എവിടെയാണ് ബിൽട്ട് ചെയ്യുന്നത് വെച്ചാൽ അത് മധ്യപ്രദേശ്. എവിടെയാണ്? മധ്യപ്രദേശിലാണ് ഇത് ബിൽട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ഇന്ത്യാസ് ഫസ്റ്റ് ഡയബറ്റീസ് ബയോ ബാങ്ക് ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ ചെന്നൈ. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ ഡയബറ്റീസ് ബയോ ബാങ്ക് എവിടെയാണ്? നമ്മൾ ചെന്നൈയെ പറ്റി കുറച്ചും പഠിച്ചിരുന്നു. വേൾഡ് മറൈറ്റൈം ടെക്നോളജി കോൺഫറൻസ് എവിടെ ചെന്നൈയിലായിരുന്നു പഠിച്ചായിരുന്നു. അതിൻ്റെ കൂടെ ഇതൊന്നും പഠിച്ചു വെക്കുക. ഇന്ത്യാസ് ഫസ്റ്റ് എന്താ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് എന്നൊരു ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലാർജസ്റ്റ് നമ്മൾ ഒത്തിരി ഫസ്റ്റ് കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ. ഫസ്റ്റ് ജിയോ സയൻസ് മ്യൂസിയം എവിടെയാണ്? മധ്യപ്രദേശിൽ നമ്മൾ എന്താണ് ബിൽഡ് ചെയ്തു. അതുപോലെ ഡയബറ്റീസ് ഫസ്റ്റ് എന്താണ് ഡയബറ്റീസ് ബയോ ബാങ്ക് ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ ചെന്നൈയിൽ എന്താണ് ഫസ്റ്റ് ബയോ ബാങ്ക് നമ്മൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് പഠിക്കുക. അടുത്ത വേൾഡ്സ് ലാർജസ്റ്റ് മ്യൂസിയം. ഓക്കെ, വേൾഡിലെ തന്നെ ലാർജസ്റ്റ് മ്യൂസിയം. ഓക്കെ, എൻ്റെ പേരെന്താണ്? പേരാണ് യുഗയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം. എന്താണ്? യുഗയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം ആണിത് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് മ്യൂസിയം. ഇനി ഇത് എവിടെയാണ്? ഇത് ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹിയിലാണിത് ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ആരുടെയൊക്കെ ഒരു കൊളാബറേഷനാണ് ഇത് ബിൽഡ് ചെയ്യുന്നത് വെച്ചാൽ ഇന്ത്യയുടെയും ഫ്രാൻസിൻ്റെയും ഒരു കൊളാബറേഷനാണിത് ഈ വേൾഡ് ലാർജസ്റ്റ് മ്യൂസിയമായ യുഗയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം ബിൽഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ആണ്. അപ്പോൾ അത് എവിടെയാണ് സിറ്റി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങൾ നമ്മളുടെ കൊളാബറേഷനിലാണ് ചോദിക്കാറുണ്ട്. അതുപോലെ അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ യുഗയുഗീൻ ഭാരത് നാഷണൽ മ്യൂസിയം എന്നാണ് ഇതിൻ്റെ പേരെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത കുംഭമേള അല്ലേ, നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ എന്താണ് ട്രോൾസിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കാണപ്പെടുന്നതാണ് കുംഭമേളയെ പറ്റിയുള്ള അല്ലേ. എന്താണ് ഇപ്പോൾ ഈ ഒരു വർഷത്തെ കുംഭമേള പ്രത്യേകം എന്താണ്? കാരണം ഇപ്പോൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മഹാകുംഭമേള എന്ന് പറയും. ഓക്കെ, മഹാകുംഭമേള അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പൂർണ്ണ കുംഭമേള എന്നൊക്കെ പറയുന്ന കുംഭമേളയാണിത് ഇത് ഇപ്പോൾ നടക്കുന്നത്. അതായത് 12 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഒരു കുംഭമേള. കുംഭമേള 3 വർഷം കൂടുമ്പോൾ നടക്കാറുണ്ട്. നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ലാർജസ്റ്റ് ഹിന്ദു ഫെസ്റ്റിവൽ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഹിന്ദു ഫെസ്റ്റിവൽ അറിയപ്പെടുന്നതാണിത് നമ്മുടെ കുംഭമേള എന്ന് പറയുന്നത്. കുംഭമേള. ഓക്കെ, ഇനി ഹെൽഡ് എവറി 3 years at 4 places.
എല്ലാ 3 വർഷം കൂടുമ്പോഴും എന്താണ് ഈ 4 സ്ഥലങ്ങൾ എവിടേക്കാണ്? പ്രയാഗ്രാജ്, ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ. ഈ 4 സ്ഥലങ്ങൾ എന്താണ് എല്ലാ 3 വർഷം കൂടുമ്പോഴും ഇത് നടക്കാറുണ്ട്. അതിനാണ് നമ്മൾ ബേസിക്കലി കുംഭമേള എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ മേളിലേക്ക് തൊട്ട് മേളിലേക്ക് വരുമ്പോൾ എന്താണ് അർദ്ധ കുംഭമേള എന്ന് പറയും. എന്താണ് അർദ്ധ കുംഭമേള? അതായത് 6 വർഷം കൂടുമ്പോൾ നടക്കുന്നതിനാണിത് നമ്മൾ അർദ്ധ കുംഭമേള എന്ന് പറയുന്നത്. ഇത് നടക്കുന്ന എവിടേക്കെന്ന് വെച്ചാൽ പ്രയാഗ്രാജിലും ഹരിദ്വാറിലും. ഓക്കെ, ഈ 2 സ്ഥലങ്ങളിൽ മാത്രമാണിത് ഈ അർദ്ധ കുംഭമേള നടക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് 12 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണിത് പൂർണ്ണ കുംഭമേള എന്ന് പറയും. ഓക്കെ, ലാസ്റ്റ് 2013 നടന്നത്, ഇപ്പോൾ 2025 നടക്കുന്നു. ഇതിനാണിത് നമ്മൾ പൂർണ്ണ കുംഭമേള എന്ന് പറയും. ഈ പൂർണ്ണ കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിലാണ്. ഇനി ഈ 12 ഒരു കുംഭമേള കഴിഞ്ഞിട്ട് എന്താണ് 12 കുംഭമേളകൾ സൈമൾട്ടേനിയസ്ലി നടന്നു കഴിഞ്ഞാലാണിത് ഒരു മഹാകുംഭമേളയാണ്. അതായത് 144 വർഷങ്ങളിൽ ഒരിക്കൽ നടക്കുന്നതാണിത് മഹാകുംഭമേള എന്ന് പറയുന്നത്. അതാണിത് ഇത്തവണ അതും പ്രയാഗ്രാജിൽ മാത്രമേ എന്താണ് സംഭവിക്കാറുള്ളൂ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാം. അതായത് 12 കുംഭമേളകൾ കൂടുമ്പോഴാണ് 12 144 വരില്ലേ, അതാണിത് 144 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്നതാണിത് നമ്മുടെ മഹാകുംഭമേള എന്ന് പറയുന്നത്. അപ്പോൾ മഹാകുംഭമേളയും നമ്മുടെ എന്താണ് പൂർണ്ണ കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിൽ മാത്രമാണ്. ഇനി അർദ്ധ കുംഭമേളയും നടക്കുന്ന എവിടെയാണ്? അത് പ്രയാഗ്രാജിലും ഹരിദ്വാറിലാണ്. ഇനി വെറും കുംഭമേള നടക്കുന്ന എവിടെയാണ്? അത് ഈ 4 സ്ഥലങ്ങളിലും നടക്കാറുണ്ട്. ഇടയ്ക്ക് എന്താണ് സ്റ്റാറ്റിക് ആയിട്ട് ചോദിക്കാറുണ്ട്, അതായത് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഏതൊക്കെ എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്ഥലങ്ങൾ നടക്കുന്നില്ല എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലാണ് നമ്മുടെ ഇപ്പം കുംഭമേള നടന്നുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, ഒരു നാഷണൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. ഉറപ്പായിട്ടും എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ നല്ല ഹൈ ചാൻസ് ആണ്. അടുത്ത് ജസ്റ്റിസ് മദൻ ലോക്കൂർ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് നമ്മൾ കുറച്ച് നേരത്തെ ഓൾറെഡി പഠിച്ചാണ് UN ഇന്റേണൽ ജസ്റ്റിസ് കൗൺസിലിന്റെ പുതിയ എന്താണ് ചെയർപേഴ്സൺ ആയിട്ട് ജസ്റ്റിസ് മദൻ ലോക്കൂറിനെ അപ്പോയിന്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഒന്ന് പഠിച്ചാണ്. ഓക്കെ, അടുത്ത് നോക്കാം നമുക്ക്. മാധവ് ഗാഡ്ഗിൽ ഹാസ് ബീൻ അവാർഡഡ് വിത്ത് ദ UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ്. നമുക്കറിയാം നമ്മുടെ കസ്തൂരിരംഗനായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ എന്താണ് നമുക്ക് വളരെ ഫേമസ് ആണ്. അപ്പം എന്താണ് മാധവ് ഗാഡ്ഗിൽ ഹാസ് ബീൻ അവാർഡഡ് വിത്ത് ദ UN ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ്. അതിന് ഒരു പ്രത്യേക ആയിട്ടുള്ള അവാർഡാണ് യുണൈറ്റഡ് നേഷൻസിന്റെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് ആർക്കാണ് ലഭിച്ചത്? അത് നമ്മുടെ മാധവ് ഗാഡ്ഗിലാണ് ഇത്തവണത്തെ ലഭിച്ചത്. മാധവ് ഗാഡ്ഗിൽ കൂടാണ്ട് എന്താണ് ഒരു 5-6 പേഴ്സൺസിന് വേറെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് റെപ്രസെന്റ് ചെയ്ത ആർക്കാണ് ലഭിച്ചത്? അത് നമ്മുടെ മാധവ് ഗാഡ്ഗിലാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഇനി അടുത്താണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാക്സ് വെസ്റ്റാപ്പൻ. ഓക്കെ, നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ നമ്മുടെ എന്താണ് ഫോർമുല 1 റേസസിൽ എപ്പോഴും എന്താണ് ചാമ്പ്യൻ ആവുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മാക്സ് വെസ്റ്റാപ്പൻ. അപ്പോൾ ഇത്തവണത്തെ എന്താണ് ഖത്തർ ഗ്രാൻഡ് പ്രിക്സ്. ഓക്കെ, ഫോർമുല 1 ഖത്തർ ഗ്രാൻഡ് പ്രിക്സിൽ ആരാണ് ജയിച്ചത്? അത് നമ്മുടെ മാക്സ് വെസ്റ്റാപ്പൻ ആണ് ഖത്തർ ഗ്രാൻഡ് പ്രിക്സ് എന്താണ് സ്വന്തമാക്കിയത്. അടുത്ത് പ്രീതി ലൊബോന. ഓക്കെ, ഗൂഗിളിലെ പുതിയ ന്യൂ ഇന്ത്യ കൺട്രി മാനേജറാണ്. അതിലാണ് ഗൂഗിളിലെ ന്യൂ ഇന്ത്യ കൺട്രി മാനേജർ. നമ്മുടെ എന്താണ് ഇന്ത്യ കൺട്രി മാനേജ് ചെയ്യുന്ന പുതിയ മാനേജറാണിത് പ്രീതി ലൊബോന എന്ന് പറയുന്നത്. അടുത്താണ് നെക്സ്റ്റ് വൺ ഇൻഡോർ എയർപോർട്ട്. ഇന്ത്യസ് ഫസ്റ്റ് സീറോ വേസ്റ്റ് എയർപോർട്ട്. എന്താണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സീറോ വേസ്റ്റ് എയർപോർട്ടാണിത് ഇൻഡോർ എയർപോർട്ട്. ഓക്കെ, ഇൻഡോർ എയർപോർട്ട് ദേവി അഹല്യാബായ് എയർപോർട്ട് എന്നാണ് ഈ ഇൻഡോർ എയർപോർട്ടിന്റെ പേര്. മേ ബി ചോദിക്കാം, അതായത് ഇന്ത്യയിലെ ഫസ്റ്റ് സീറോ വേസ്റ്റ് എയർപോർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന മേ ബി ഇൻഡോർ എയർപോർട്ട് ആയിരിക്കില്ല, അതിന്റെ പേരായിരിക്കും. അതിന്റെ പേരാണ് ദേവി അഹല്യാബായ് എയർപോർട്ട് എന്ന്. അപ്പോൾ പേരും കൂടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇൻഡോറിലെ എന്താണ് എയർപോർട്ടാണ് ദേവി അഹല്യാബായ് എയർപോർട്ട് എന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഫോർമുല 1 റേസ് ജയിച്ചതാരാണ്? മാക്സ് വെസ്റ്റാപ്പൻ ആണ്. അതുപോലെ പ്രീതി ലോബോന എന്താണ് ഗൂഗിളിലെ ന്യൂ ഇന്ത്യ കൺട്രി മാനേജറായിട്ട് സെലക്ട് ചെയ്യപ്പെട്ടു. അതുപോലെ ഇന്ത്യയിലെ എന്താണ് ഫസ്റ്റ് സീറോ വേസ്റ്റ് എയർപോർട്ട് അറിയപ്പെടുന്നത് നമ്മുടെ ദേവി അഹല്യാബായ് ഇൻഡോർ എന്താണ് ലൊക്കേറ്റ് ചെയ്യുന്ന എയർപോർട്ടാണെന്നും പഠിച്ചു വെക്കുക. അടുത്താണ് കെൻ ബെത്വ റിവർ ലിങ്കിങ് പ്രൊജക്ട്. ഓക്കെ, കെൻ ബെത്വ നിങ്ങൾ കേട്ട് കാണും കെൻ ആൻഡ് ബെത്വ റിവേഴ്സിനെ പറ്റി. അതായത് കെൻ എന്താണ് റിവറിലെ എന്താണ് വെള്ളം എന്താണ് ബെത്വ റിവറിലേക്ക് എന്താണ് രണ്ടും കൂടെ ലിങ്ക് ചെയ്തിട്ടുള്ള പുതിയ പ്രൊജക്റ്റാണിത് കെൻ ബെത്വ റിവർ ലിങ്കിങ് പ്രൊജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ട്രാൻസ്ഫർ ചെയ്യുന്ന ദുവാദന ഡാമിൽ കൂടെയാണ് ഈ ഒരു വാട്ടർ ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്നത് കേട്ടോ. ദുവാദന ഡാം. ഓക്കെ, ദുവാദന ഡാമിൽ കൂടെയാണിത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ പോകുന്നത്. വളരെ വലിയൊരു പ്രൊജക്റ്റാണ്. ഇത് ഇനായിട്ട് ചെയ്തതാണ് PM മോദി ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദിസ് പ്രൊജക്റ്റ്. ഓക്കെ, PM മോദിയാണ് ഇതിൻ്റെ ഫൗണ്ടേഷൻ്റെ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ KBLP പ്രൊജക്ട് എന്നൊക്കെ പറയാറുണ്ട് കെൻ ബെത്വ. അപ്പോൾ ചോദിക്കാം ഇന്ത്യയിലെ തന്നെ എന്താണ് ദുവാദന ഡാമിൽ കൂടെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെ റിവേഴ്സ് തമ്മിലാണെന്ന് ചോദിക്കാം. അത് കെൻ ബെത്വ റിവറാണ്. എന്താണ് ഇത് ഈ കാണുന്ന മാപ്പിൽ നോക്കി കെൻ ബെത്വ ലിങ്ക് രണ്ടും കൂടെ എന്താണ് ലിങ്ക് ചെയ്ത് ഒരൊറ്റ എന്താണ് പ്രൊജക്റ്റാക്കി മാറ്റുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസാണ്. എന്താണ് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ,
നെക്സ്റ്റ് 55th GST കൗൺസിൽ മീറ്റിംഗ് ഹെൽഡ് അറ്റ് ജയ്സൽമീർ. ഓക്കെ, അതായത് 55ാമത്തെ GST കൗൺസിൽ മീറ്റിംഗ് അവിടെയാണ് നമ്മുടെ ജയ്സൽമീർ വെച്ച് കണ്ടക്ട് ചെയ്ത്. നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് എന്താണ് തീരുമാനങ്ങൾ ഈ ഒരു GST കൗൺസിൽ മീറ്റിംഗിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ കാര്യത്തിന് എന്തൊക്കെയാണ് GST എന്താണ് കൊണ്ടുവന്നതൊക്കെ നമ്മുടെ എസിൻ്റെ ഒരുപാട് ട്രോൾസ് കാര്യങ്ങളൊക്കെ കണ്ടൊരു അല്ലേ മീറ്റിംഗ് ആയിരുന്നു. നിർമ്മല സീതാരാമൻ എന്താണ് അവതരിപ്പിച്ച നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള GST കൗൺസിൽ മീറ്റിംഗ് എവിടെ നടന്നത്? 55ാമത്തെ മീറ്റിംഗ് എവിടെയാണ്? ജയ്സൽമീറിലാണ് കണ്ടക്ട് ചെയ്തത്. GST ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? GST ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളല്ല, ആർട്ടിക്കിളും അമെൻമെൻറ്റും രണ്ടും. രണ്ടും അറിയെങ്കിൽ എന്താണ് താഴെ കമൻറ്റ് ബോക്സിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ നോക്കാം. GST ആയിട്ട് ബന്ധപ്പെട്ട അമെൻമെൻറ്റും നമ്മൾ പൊളിറ്റി ക്ലാസ്സുകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പൊളിറ്റി ആയിട്ട് എന്താണ് GST ആയിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിളും അമെൻമെൻറ്റും ഏതാണെന്ന് നമ്മുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത് ബ്രിങ് ഇറ്റ് ഓൺ ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ബൈ ദീപ മാലിക്. ദീപ മാലിക്കിൻ്റെ ഒരു പുതിയ ബുക്കാണ് എന്ത്? ബ്രിങ് ഇറ്റ് ഓൺ ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. നോക്കിയേ, ആരാണ് ദീപ മാലിക്? അറിയോ? The first Indian woman to win a medal in Paralympics. പാരാലിമ്പിക്സ് ആണെന്ത്? നമ്മുടെ ദീപ മാലിക് എന്നറിയപ്പെടുന്നത്. ദീപ മാലിക് ഏത് ഇവൻ്റാന്ന് വെച്ചാൽ ഷോർട്ട് പുട്ട് ഇവൻ്റ് ആണ്. ഷോർട്ട് പുട്ട് ആണിത് ഇവൻ്റ്. ഷോർട്ട് പുട്ട് ഇവൻറ്റിൽ ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ എ മെഡൽ ഇൻ പാരാലിമ്പിക്സ് ആണെന്ത്? നമ്മുടെ ദീപ മാലിക്. അപ്പോൾ ദീപ മാലിക്കിൻ്റെ പുതിയൊരു ബുക്കാണ് ബ്രിങ് ഇറ്റ് ഓൺ ദ ഇൻക്രെഡിബിൾ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബുക്സ്. ഫേമസ് ആയിട്ട് ആൾക്കാർ ഇറക്കുന്ന ബുക്ക് അതൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് കറണ്ട് അഫയേഴ്സായിട്ട് ബന്ധപ്പെട്ട്. അടുത്താണ് സാഹിത്യ അക്കാദമി അവാർഡ്സ് 2024. സാഹിത്യ അക്കാദമി അവാർഡ്സ് എല്ലാം പഠിക്കണമെന്നില്ല, പക്ഷേ എന്താണ് എല്ലാം നമുക്കറിയാം 24 ലാംഗ്വേജിലാണ്. നമുക്ക് ഒഫീഷ്യലി ഇത്രയാണ്, ഒഫീഷ്യലി 20 ലാംഗ്വേജ് ഉള്ളൂ അല്ലേ? ഒഫീഷ്യലി നമുക്ക് 22 ലാംഗ്വേജ് ഉള്ളൂ. പക്ഷേ നമ്മൾ ശരിക്കും എന്താണ് ഈ സാഹിത്യ അക്കാദമി അവാർഡ് എത്ര ലാംഗ്വേജിന് കൊടുക്കണമെന്ന് വെച്ചാൽ അത് 24 ലാംഗ്വേജ് എന്താണ് ഇത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ 22 ഒഫീഷ്യൽ ലാംഗ്വേജ് കൂടാതെ എന്താണ് ഇംഗ്ലീഷിനും രാജസ്ഥാനിക്കും എന്താണ് നമ്മൾ ഈ അവാർഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 എന്താണ് ഭാഷകളിലെ അക്കാദമി അവാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് ഈസ്റ്റേൺ കാരൻ. ഈസ്റ്റേൺ കാരൻ ആണെന്ത്? ഇംഗ്ലീഷിൽ ഏത് ബുക്കാന്ന് വെച്ചാൽ സ്പിരിറ്റ് നൈറ്റ്സ്. അദ്ദേഹത്തിൻ്റെ എന്താണ് സ്പിരിറ്റ് നൈറ്റ്സ് എന്ന ബുക്കത്തിന് എന്താണ് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. ഓരോ ഭാഷയിലാണ് സാഹിത്യ അക്കാദമി അവാർഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇംഗ്ലീഷിൽ ലഭിച്ച ആർക്കാണ്? ഈസ്റ്റേൺ കാരൻ. ബുക്കിൻ്റെ പേരാണ് സ്പിരിറ്റ് നൈറ്റ്സ്. അടുത്ത് നോക്കാം ഹിന്ദിയിൽ ആർക്കാണ്? ഹിന്ദിയിൽ ഗഗൻ ഗില്ലിനാണെന്ത് ഇത് ലഭിച്ചിട്ടുള്ളത്. ഗഗൻ ഗില്ല് ഏത് ബുക്കാന്ന് വെച്ചാൽ മെയിൻ ജബ് തക് ആയ് ബാഹർ. ഹിന്ദിയിലെ മെയിൻ ജബ് തക് ആയ് ബാഹർ എന്ന ബുക്കിനാണെന്ത് ഗഗൻ ഗില്ലിന് സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അടുത്ത് ദീപക് കുമാർ ശർമ്മ. ദീപക് കുമാർ ശർമ്മ സാൻസ്ക്രിറ്റ് എന്താണ് ഭാഷയിലാണ്. ഏതാണ്? ഭാസ്കര ചരിതം എന്ന് പറയുന്ന ബുക്കിനാണെന്ത് ദീപക് കുമാർ ശർമ്മയ്ക്ക് ഈ അവാർഡ് ലഭിച്ചതാണ്. ലാസ്റ്റ് വൺ സുധീർ റസൽ. സുധീർ റസൽ മറാത്തി ലാംഗ്വേജ് വിന്ധ്യാഞ്ചെ ഗദ്യാരൂപ്. വിന്ധ്യാഞ്ചെ ഗദ്യാരൂപ് എന്ന് പറഞ്ഞ ബുക്കിനാണ് അദ്ദേഹത്തിന് മറാത്തി ലാംഗ്വേജിലെ അവാർഡ് ലഭിച്ചത്. ഈ 4 സാഹിത്യ അക്കാദമി അവാർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ഹൈ ചാൻസ് ഉള്ളത് ഇംഗ്ലീഷും ഹിന്ദിയാണ്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷും ഹിന്ദിയാണെന്ത് വളരെ ഹൈ ചാൻസോടെ ചോദിക്കാൻ സാധ്യതയുള്ളത്. ബാക്കി രണ്ടെണ്ണം കൂടെ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ രണ്ടെണ്ണം കൂടെ പഠിച്ചു. കാരണം ഏതോ 2 എക്സാംസ് എന്താണ് സാൻസ്കൃതും മറാത്തിയും ചോദിച്ചു കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഇതും കൂടെ എന്താ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അടുത്ത നമ്മുടെ ഡിസംബർ മാസത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആൻഡ് തീംസിനെ പറ്റിയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് നോക്കാം. വേൾഡ് എയ്ഡ്സ് ഡേ. വേൾഡ് എയ്ഡ്സ് ഡേ എന്താണ്? ഡിസംബർ 1-ാം തീയതി ആണെന്ത് നമ്മൾ പറയുന്നത് വേൾഡ് എയ്ഡ്സ് ഡേ ആയിട്ട്. ഇനി ഇത്തവണത്തെ വേൾഡ് എയ്ഡ്സ് ഡേ തീം എന്താണ്? ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. അപ്പോൾ ചിലപ്പം ആ ഒരു എന്താണ് വേൾഡ് എയ്ഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട തീമും എന്താണ് ചോദിക്കാറുണ്ട്. അതായത് ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ് ആണ് വേൾഡ്സ് എയ്ഡ്സ് ഡേ 2024 തീം എന്ന് പറയുന്നത്. അടുത്ത് ഡിസംബർ 1 വീണ്ടും എന്താണ് 60th BSF ഫൗണ്ടേഷൻ ഡേ ആണെന്ത് ഡിസംബർ 1. അടുത്ത് 60th 60ാമത്തെ എന്താണ് BSF ഫൗണ്ടേഷൻ ഡേ. നമ്മൾ ഓൾറെഡി പറഞ്ഞത് BSFിൻ്റെ എന്താണ് ഹെഡ് എന്നറിയപ്പെടുന്നത് ദാൽജിത് സിംഗ് ചൗധരി എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അടുത്ത 2-ാം തീയതി എന്താണ് നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ. എന്താണ് നാഷണൽ പൊല്യൂഷൻ കൺട്രോൾ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നതാണത് നമ്മളെ ഡിസംബർ 2 എന്ന് പറയുന്നത്. നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി ഒക്കെ എന്താണ് ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ നാഷണൽ പൊല്യൂഷൻ ഡേ നമ്മൾ എന്താണ് ആചരിക്കുന്നത് കേട്ടോ. ഡിസംബർ 2-ാം തീയതി. അടുത്ത് ഡിസംബർ 4 ഇന്ത്യൻ നേവി ഡേ. വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ത്യൻ ആർമിയുടെ ഇന്ത്യൻ നേവിയുടെ എയർഫോഴ്സ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡിസംബർ 4-ാം തീയതിയാണ് നമ്മൾ ഇന്ത്യൻ നേവി ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. എന്താണ് ഇത്തവണത്തെ തീം? സ്ട്രെങ്തൻ പവർ ത്രൂ ഇന്നോവേഷൻ ആൻഡ് ഇൻഡിജിനൈസേഷൻ. എന്താണ് സ്ട്രെങ്തൻ പവർ ത്രൂ ഇന്നോവേഷൻ ആൻഡ് ഇൻഡിജിനൈസേഷൻ ആണെന്ത് നമ്മുടെ ഇന്ത്യൻ നേവി ഡേയുടെ 2024
തീം എന്ന് പറയുന്നത്. അടുത്ത ലാസ്റ്റ് വൺ December 5th വേൾഡ് സോയിൽ ഡേ എന്നാണ്. വേൾഡ് സോയിൽ ഡേ എന്നാണ്, December 5 തീയതിയാണ്. എന്താണ് തീം? കെയറിംഗ് ഫോർ സോയിൽ, മെഷർ, മോണിറ്റർ, മാനേജ്. എന്താണ്? കെയറിംഗ് ഫോർ സോയിൽ, മെഷർ, മോണിറ്റർ, മാനേജ് ആണെന്ത് December 5 തീയതി സോയിൽ ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്ത് വീണ്ടും December 5 ഇന്റർനാഷണൽ വോളണ്ടിയർ ഡേ ആയിട്ട് നമ്മൾ എന്താണ് ആഘോഷിക്കുന്നുണ്ട്. വോളണ്ടിയർ നൗ ഫോർ അവർ ഫ്യൂച്ചർ ആണെന്ത് അതിൻ്റെ തീം എന്ന് പറയുന്നത്. അടുത്ത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. December 7 നമ്മൾ ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ തീമാണ് സേഫ് സ്കൈസ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ടുഗദർ ഫോർ 80 years. എന്താണ്? സേഫ് സ്കൈസ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ടുഗദർ ഫോർ 80 years ആണെന്ത് ഇന്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്ത് ഇന്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേ. ഓക്കെ, ഇന്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നതാണ്. December 9 തീയതിയാണ്. യുണൈറ്റിംഗ് വിത്ത് യൂത്ത് അഗെയിൻസ്റ്റ് കറപ്ഷൻ. എന്താണ്? യുണൈറ്റിംഗ് വിത്ത് യൂത്ത് അഗെയിൻസ്റ്റ് കറപ്ഷൻ ആണെന്ത് നമ്മുടെ ഇതിൻ്റെ ഇന്റർനാഷണൽ ആൻറ്റി കറപ്ഷൻ ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്ത് December 10 വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ എന്നാണ്. വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ അതിൻ്റെ തീമാണ് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ. വെരി ഇമ്പോർട്ടൻറ്റ് ഈ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. അതുപോലെ നേവി ഡേ എല്ലാം ചോദിക്കുന്നുണ്ട്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചോദിക്കുന്ന കുറച്ച് ഡേയ്സ് ഉണ്ട്. ഈ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. വേൾഡ് സോയിൽ ഡേ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ നേവിയുടെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ തീമുകൾ എന്താണ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ തീമാണ് അവർ റൈറ്റ്സ് അവർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അടുത്ത December 11 യൂണിസെഫ് ഡേ. ഓക്കെ, യൂണിസെഫ് ഡേ ആയിട്ട് ആചരിക്കുന്നതാണ് December 11 എന്ന് പറയുന്നത്. 11. ഓക്കെ, അടുത്താണ് December 14 നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആണിത്. December 14. ഓക്കെ, എന്താണ്? നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ആണിത് December 14. അടുത്ത് വേൾഡ് ബാസ്കറ്റ്ബോൾ ഡേ എന്നാണ്. വേൾഡ് ബാസ്കറ്റ്ബോൾ ആയിട്ട് നമ്മൾ പറയുന്നത് December 21 കേട്ടോ. 21 വേൾഡ് ബാസ്കറ്റ്ബോൾ ഡേ. അടുത്ത് വീണ്ടും December 21 വേൾഡ് മെഡിറ്റേഷൻ ഡേ. ഓക്കെ, ഇത്തവണത്തെ നമ്മൾ ആദ്യമായിട്ടാണ് മെഡിറ്റേഷൻ ഡേ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെഡിറ്റേഷൻ ഡേ ആണത് നമ്മുടെ December 22, 2024 എന്ന് പറയുന്നത്. ഫസ്റ്റ് എഡിഷനാണ്. ഇതിൻ്റെ തീമാണിത് മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി. എന്താണ്? മെഡിറ്റേഷൻ ഫോർ ഗ്ലോബൽ പീസ് ആൻഡ് ഹാർമണി ആണിത് വേൾഡ് മെഡിറ്റേഷൻ ഡേയുടെ ഇത്തവണത്തെ തീം എന്ന് പറയുന്നത്. അടുത്ത നാഷണൽ മാത്തമാറ്റിക്സ് ഡേ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നമ്മുടെ ശ്രീനിവാസ രാമാനുജൻ്റെ ബർത്ത്ഡേ ആണെന്ത് ഈ December 22 എന്ന് പറയുന്നത്. നമ്മുടെ റിനോൾഡ് ആയിട്ടുള്ള മാത്തമാറ്റീഷ്യൻ അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണെന്ത് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. എന്താണ് അതിൻ്റെ തീം? മാത്തമാറ്റിക്സ് ബ്രിഡ്ജ് ടു ഇന്നോവേഷൻ. എന്താണ്? മാത്തമാറ്റിക്സ് ബ്രിഡ്ജ് ടു ഇന്നോവേഷൻ ആണിത് നമ്മുടെ December 22 നാഷണൽ മാത്തമാറ്റിക്സ് ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്തത് നാഷണൽ ഫാമേഴ്സ് ഡേ. എന്താണ്? നാഷണൽ ഫാമേഴ്സ് ഡേ. എംപവറിംഗ് അന്നദാദാസ് ഫോർ എ പ്രോസ്പെറസ് നേഷൻ. എന്താണ് അന്നദാദാസ്? നമുക്ക് അന്നം തരുന്ന ആൾക്കാർ, അവരാണ് ഫാർമേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നാഷണൽ ഫാമേഴ്സ് ഡേ ആയിട്ട് നമ്മൾ കൊണ്ടുനടക്കുന്ന ഏതാണ്? December 23 നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസംബർ മാസത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാ മാസവും കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് ഇനി കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോസ് നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ എന്താണ് നിങ്ങൾക്ക് ഈ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ എങ്ങനെയുണ്ട്, ഇതിന് സജഷൻസോ അല്ലെങ്കിൽ പുതിയ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് മറ്റൊരു കാര്യം, ഈ ഒരു എന്താണ് ഡിസംബർ മാസത്തിലെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായത്തിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യാനുസരണം എന്താണ് നമ്മളത് ആലോചിക്കുന്നതായിരിക്കും. അപ്പോൾ PDF ഈ ഒരു എന്താണ് കറണ്ട് അഫയേഴ്സിൻ്റെ PDF നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ PDF നിങ്ങൾക്ക് എന്താണ് വേണം അതിൽ ആവശ്യമുണ്ടെന്ന് ഒരു യെസ് ഓർ നോ കമൻറ്റ് കൂടെ നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു, ഗുഡ് ബൈ.